പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അതിസുന്ദരമായ ദിവസം അവിടുത്തെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ സുവിശേഷം കേൾക്കാൻ എത്തിച്ചേരുന്നത് ഒരു ദൈവവിളിയാണ്. നമ്മുടെ ഉടമ്പടി ധ്യാനത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ലക്ഷ്യം നിങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം നേടുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ വചനം ശ്രവിച്ചു ഒരുക്കുക, അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കുറേ എൻജിനീയറിംഗ് ഉണ്ട്. അതായത് ദൈവവചനങ്ങൾ ദൈവം ഏത് കാലത്തും ഏത് സമയത്താണ് കൃപ അതിൻ്റെ 100% റിസൾട്ട് നമുക്ക് തരുന്നത്, അഥവാ കൃപ ആർജിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്യൂൺ ചെയ്തെടുക്കേണ്ടത്, അതിൻ്റെ ഒരു എൻജിനീയറിംഗ് ഉണ്ട്. അത് ആ ജ്ഞാനസൂത്രങ്ങൾ ഒരു വ്യക്തിക്ക് പഠിച്ചാൽ റിലേഷൻ കുറച്ചുകൂടി ഈസിയാകും ദൈവവുമായിട്ടുള്ള. നമ്മുടെ മുമ്പിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം നമ്മളിലേക്ക് വരുന്നതിൻ്റെ പിന്നിലെ ഒറ്റ നോബാണ്. എന്താണ്? ദൈവത്തെ അറിയുക. അത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളെടുക്കണം. ഈ നിത്യജീവൻ പോലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. എല്ലാ നിത്യജീവൻ്റെ പോലും ഡോർ ഓപ്പൺ ചെയ്യുന്നതും അതെല്ലാം താക്കോലെന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. അപ്പോഴും അനുദിന ജീവിതത്തിലും അത് തന്നെയാണ് വിഷയം. അനുദിന ജീവിതത്തിൻ്റെയും തടസ്സങ്ങളെ മാറ്റുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനുമുള്ള താക്കോല് ദൈവത്തെ അറിയുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് അനില എന്ന് പറഞ്ഞൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അവർ ഒരു സാക്ഷ്യം പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനൊരു സാധാരണ ധ്യാനകേന്ദ്രം ആണെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. അപ്പം ഈ പ്രഥമ നോഷൻ, ഫസ്റ്റ് നോഷൻ പലർക്കും അനിലയുടെ ഒരു നിലവാരമായിരിക്കും. ഒരു സാധാരണ ധ്യാനകേന്ദ്രമാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ധ്യാനകേന്ദ്രമല്ല എന്ന്. അങ്ങനെ മനസ്സിലാകാൻ കാരണം ഇവർ ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. അതാണ് പ്രശ്നം. കൃപാസനം ഒരു സാധാരണ ധ്യാനകേന്ദ്രം അല്ലെന്ന് അനില എങ്ങനെ മനസ്സിലായത്? ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ്, ജോലി, വീട്, വിവാഹം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വെക്കണമെങ്കിലും ഇത് ആദ്യത്തെ ഫേസിൽ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യാത്തത് കാരണം അവർ അത്
തെറ്റായിട്ട് ഉടമ്പടി ചെയ്തത് കൊണ്ടോ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടോ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർക്ക് ഉടമ്പടി വൃത്തിയും മേനയുമായിട്ട് ചെയ്താലും വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് പരിപാടിയാണ് അങ്ങനെ പറയണത്? വൃത്തിയും മേനയായിട്ട് ഉടമ്പടി ചെയ്താൽ വർക്കൗട്ട് ചെയ്യുക. അതെ, നിങ്ങളെ കുറച്ചുകൂടി ഗുരുതരമായ ഉടമ്പടിയുടെ ഒത്തിരി ലെസൺസ് ഉണ്ട്. ആധ്യാത്മികതയിലും അങ്ങനെയാണ്. പ്രഥമ പാഠങ്ങളുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ഹെബ്രായർ 6:1. ഹെബ്രായർ 6-ാം അധ്യായം, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രഥമ പാഠങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു, അതാണ് പ്രഥമ പാഠം. കൂടുതൽ കർത്താവ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിവേചിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ സാധ്യതയുള്ളവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രഥമ പാഠം തരത്തില്ല. നീ വെയിറ്റ് ചെയ്യാൻ പറയും. അതാ വിഷയം. അല്ല, നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് അത് അനുഗ്രഹം കിട്ടില്ലെങ്കിൽ 4 കാലം വീണ് ഓർഡർ പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവിടെ ഇടുകയേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കഷ്ടപ്പെട്ട് ദൈവത്തെ അറിയാൻ വേണ്ടി ഒരു ജീവിതത്തിൻ്റെ കണ്ണീർ കാലത്ത് വന്നില്ലേ, നിനക്ക് മുമ്പോട്ട് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത്യാവശ്യം അനുഗ്രഹങ്ങളെ കൊടുത്തിട്ട് ഇതാണ് നിൻ്റെ വഴി, ഇവിടം വരെയാണെന്ന് പറയും. പക്ഷേ നിനക്ക് പഠിക്കണമെന്ന് സാധ്യതയുള്ളത് ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാവും, പ്രത്യാശ ഉണ്ടാവും. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പം അങ്ങനെയൊക്കെ സാധ്യത ദൈവാത്മാവ് സാധ്യത പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് അടയാളങ്ങൾ കുറയും. അപ്പോൾ എന്നിട്ട് ഈ അടയാളം കുറയുമ്പോൾ ഇവർക്ക് ഈ അടയാളം കുറയുന്നവർക്ക് 90% പേർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ സമയം ആകുമ്പോൾ ദൈവം തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. കാര്യം ദൈവത്തിനുള്ള വിഷയം എന്ന് പറയുന്നത് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷേ എല്ലാം ഈസിയല്ല. അപ്പോൾ നിങ്ങളവർക്ക് ഇത് എന്നാ പരിപാടി അച്ഛൻ ഈ പറയണമെന്ന് ചോദിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അച്ഛനെ കേൾക്കണം. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എല്ലാം ലളിതമാണെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛാ പറഞ്ഞ മനസ്സിലായ? അതായത് എല്ലാം സാധ്യമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഒരുമിച്ച് പാടാം. സന്തോഷത്തോടെ പാടുക, സ്നേഹത്തോടെ ആരാധിക്കാം. ധന്യമായ ഒരു പ്രഭാതത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം. എല്ലാം കൈയടിച്ചുകൊണ്ട് മത്തായി 19:26. മത്തായി 19:26. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ ഈ ഒരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നോട്ടാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതിവിടെ മാത്രമല്ല, ലൂക്ക 1:37 പറയുന്നുണ്ട്, അല്ലേ? ലൂക്ക 1:37 ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് സൂചനയെ തന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷേ സാധ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ലളിതമല്ല, സിമ്പിളല്ല എന്ന്. അത് ഭയങ്കര സീരിയസ് ജ്ഞാനമാണത്.
അതെന്താ കാര്യം ലളിതമല്ലെന്ന് പറയാൻ, സിമ്പിളല്ലെന്ന് പറയാൻ കാരണം, സിമ്പിൾ ആയിരുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേലും മറ്റവൻ്റെ കോപ്പി അടിച്ചാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് സിമ്പിളാണ്. മറ്റ് കോപ്പി അടിച്ചാലേ അടുത്ത് നിൽക്കണവൻ്റെ പരീക്ഷയിൽ നിന്ന് കോപ്പി അടിച്ചാൽ ജയിക്കുമെങ്കിൽ എന്ത് സിമ്പിളാണ്. പഠനം അത്ര സിമ്പിളല്ല, പരീക്ഷ ജയിക്കണ അത്ര സിമ്പിളല്ല. കാര്യം എന്താണ്? പഠിച്ചിട്ട് തന്നെയാണ് ജയിക്കേണ്ടത്. അതൊരു നീതിയുണ്ട് എൻ്റെ അടുത്ത്. എല്ലാ കാര്യത്തിലും നീതിയുണ്ട്. ശരിക്കും ദൈവ പൈതലിന് നീതി പൈതലെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. നീതി പൈതൽ എപ്പോഴും ഓർത്തേക്കണം. ഈ കവനൻറ്റും ഈ കവനൻ്റ് ആൻഡ് നീതി പൈതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നീതി പൈതലെന്ന് ചിലപ്പോൾ കേട്ട് കാണത്തില്ലായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോസ്ന ആൻ്റണി എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. അവളാണ് ഈ നീതി പൈതൽ പറയണത് ആദ്യമായിട്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലേ പണ്ടത്തെ സാക്ഷ്യമൊന്നുമല്ല. ആൾക്കാരൊക്കെ ഈ കവനൻ്റെ തലക്കടിച്ചിട്ട് ദൈവമായിട്ട് ജീവിച്ചിട്ട് മാതാവിൻ്റെ അറ്റപ്പറ്റ ജ്ഞാനത്തിലേക്കാണ് ഈ ആൾക്കാർ പോണത്. നീതി പൈതൽ. ഇവൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവളെ നീതി പൈതലും ദൈവം വിളിക്കാൻ കാരണം ഇവളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. ഇവിടെ മെഡിക്കലിന് ഫിറ്റല്ല ആളെ. അതാണ് പ്രശ്നം. മെഡിക്കലിന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനൊരു വളവുണ്ട്, എക്സ്റേയിലും ആ വളവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇനി ഇവൾക്ക് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മെഡിക്കൽ വരണം. ആ മെഡിക്കലിന് പോകാൻ നേരത്ത് ജോസ്ന ആൻ്റണി പരിശുദ്ധാത്മാവ്, അത് ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇത് വേൾഡിലായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട് ആധ്യാത്മികത ആ ഒരു റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ജോസ്ന മെഡിക്കലിൽ നിൽക്കുകയാണ്. അവളുടെ ലൈഫ് ഒന്നെങ്കിൽ സ്ഥലം നോയാകാൻ പോവുകയും, ഒന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ട് കയറിപ്പോകും, അല്ലെങ്കിൽ ഇതിനാലെ അവളുടെ ജീവിതം ഒടുങ്ങും. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഇവൾ പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ തോക്കും, ഞാൻ ഔട്ടാകും. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ ജയിക്കും, ഞാൻ കയറിപ്പോകും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിലൊരു ധാരണ വേണം. ഞാൻ നേരത്തെ ഒപ്പിട്ട് തരികയും ഞാൻ തോറ്റാലും ജയിച്ചാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇതാണ് കവനൻ്റെ റിലേഷനിൽ കയറി പോണത്. അവരുടെ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സുമായിട്ട് ആണ് നമ്മൾ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിൽ അങ്ങനെയാണ് മനുഷ്യൻ ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ ബെനിഫിറ്റ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ ആനുകൂല്യങ്ങളുമായിട്ട് നമ്മൾ ദൈവത്തിനെ ലിങ്ക് ചെയ്യും. ഈ ലിങ്ക് ചെയ്യുന്ന തൊടൽ ഇവിടെ പൊട്ടിച്ച് കളയും. മെഡിക്കലിൽ നിൽക്കുകയാണ്. കർത്താവ്, എൻ്റെ ഒരു ബോഡി വളവുണ്ടെന്ന് എനിക്കറിയാം, ഐ നോ ഇറ്റ്. എൻ്റെ നട്ടലിന് വളവുണ്ടെന്ന് എനിക്കറിയാം, ആ മെഡിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. എൻ്റെ എക്സ്റേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കയറിപ്പോയിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ഞാൻ മെഡിക്കലിന് ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ധാരണ വേണം. എന്താണ്? ഞാൻ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷന് ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും. കാര്യം ഇതിനെന്ന് വെച്ചാൽ ഒരു 10-75 മാർക്കുണ്ട് ഈ ഒറ്റ ഉത്തരത്തിന്. ഒറ്റ ഉത്തരത്തിന് 75 മാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നേരത്തെ പറയുകയാണ്, നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ ജീവിതത്തിൽ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷനെ ഇത് ബാധിക്കുന്നതല്ല. ആ റിലേഷൻ പോലെ തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഉടമ്പടി കാലത്തിനുള്ളിൽ ഈശോയുമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഇവർ നല്ലൊരു റിലേഷനിൽ ചെന്നായിരുന്നു. എന്നിട്ട് ഇവർ എപ്പോഴും ഈശോയോട് പറഞ്ഞു, ഈശോ ഉടമ്പടി നിയോഗം നീ തന്നെയാണെന്ന് പറയും. അതാണ് വിഷയം. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഇവർ ചെന്നായിരുന്നു. എന്താ പറയണത്? ഈശോ ഉടമ്പടിയുടെ നിയോഗം, എൻ്റെ നിയോഗം
നീ തന്നെയാണ്. ബാക്കിയെല്ലാം ഇഫക്ട്സ് ആണ് എൻ്റെ. ബാക്കിയുള്ള ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എല്ലാം നീ തന്നാൽ ഞാൻ വാങ്ങിക്കും, ഐ ആം ഹാപ്പി. നീ തന്നില്ലെങ്കിൽ ഞാൻ ഹാപ്പി. കാര്യം എന്താണ്? എൻ്റെ നിയോഗം നീയാണെന്ന്. ദൈവസ്നേഹമാണ്. അത് പരിശുദ്ധാത്മ നിറയുമ്പോഴുണ്ടാകുന്ന ഒരു ജ്ഞാനമായിട്ട് വരണത്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അതുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായി എൻ്റെ മക്കൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ച് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കാണുവാനും അത് എല്ലാം നഷ്ടപ്പെട്ടു, അത് നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നേടിയ പോലുള്ള ആന്തരിക ജ്ഞാനത്താലങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കണ്ടേ. ഹല്ലേലൂയ. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖായിരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖായിരം. ബുദ്ധിക്കതീരമകൻ ഭൂതങ്ങളാലെ എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീരമകൻ ഭൂതങ്ങളാലെ എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയാണ്. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയാണ്. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖായിരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൾക്ക് കുവൈറ്റിലോ ബഹ്റൈനിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവൾ പറയുന്നൊരു കാര്യം, എനിക്ക് ഈ മെഡിക്കൽ ഞാൻ തോക്കുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ച് അവൾ ചിന്തിക്കണത്. സാധാരണ മെഡിക്കൽ തോറ്റുള്ള ആൾക്കാർ നഷ്ടങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കത്തുള്ളൂ. ഏജൻറ്റിന് കാശ് കൊടുത്തു പോയി, ഇനി അയാൾ അതും കൊണ്ട് മുങ്ങുക, ഇനി തിരിച്ച് കിട്ടുക, റീഫണ്ടബിൾ ആണാ, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇവർ ചിന്തിക്കണം അങ്ങനെയല്ല. ഇവർ പറയണത്, ഈശോ ഈ മെഡിക്കൽ തോറ്റാൽ എനിക്കൊരു ലാഭമുണ്ട്. എന്താ കാര്യം? എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കുർബാന കൂടുതൽ കൂടാവുന്നു. ഇതാണ് വിഷയം. കാര്യം ഇവർ പോണ രാജ്യത്ത് കുർബാനയില്ല. അപ്പം അവർ പറയണത്, ഞാൻ ഒരു ദിവസം കൂടുതലാണ് ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്കെന്താ നേട്ടം? എനിക്ക് ഒരു കുർബാന കൂടുതൽ കൂടാം. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബന്ധവും റിലേഷനും ഒക്കെ വേറെ ലെവലിലേക്ക് പോവുകയാണ്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സങ്കടം വരുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുറയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൻ്റെ പറയുന്നിട്ട് ഇവർ സെൽഫി എടുക്കും. ഇങ്ങനെ അതാ വിഷയം. നമ്മളെ കൂട്ടുകാരുമായിട്ടല്ല സെൽഫി എടുക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ലെവലാണ് ഈ ലെവല്. അതായത് ആധുനിക കാലത്ത് മനുഷ്യൻ ആധുനികമായ സംവിധാനങ്ങളോട് ജീവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അവരുടെ ആ റിലേഷനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്ക് സങ്കടം വിഷം വരുമ്പോൾ ഈ പണ്ടെടുത്ത സെൽഫി എടുത്ത് നോക്കും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മളിങ്ങനെ റിലേഷനിലാണെന്ന് മനസ്സിലാകും. അതാണ് വിഷയം. ദൈവമായിട്ട് റിലേഷനിലായാൽ മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് ടേംസ് ആകാൻ എപ്പോഴും നമ്മൾ നോക്കത്തുള്ളൂ. ഇപ്പം ഈ വിശുദ്ധിയുടെ മാനദണ്ഡം എന്നുള്ള ദൈവസ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിശുദ്ധിയെ ഫോക്കസ് ചെയ്താൽ നമ്മുടെ കൂദാശകളും കാറ്റക്കിസും ഒക്കെ ചില സമയത്തെങ്കിലും ടെക്നിക്കലായിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക ജ്ഞാനമാണെന്ന് തരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
സാങ്കേതിക ജ്ഞാനത്തേക്കാൾ ഉപരി ആത്മബന്ധത്തിൻ്റെ ഒരു സ്വകാര്യ ജ്ഞാനം, സ്നേഹജ്ഞാനമുണ്ട്. അതെന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിലൂടെയാണ് വിശുദ്ധി വർദ്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധിയെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? കർത്താവിൻ്റെ ആത്മബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. ആത്മബന്ധം ഈശോയുമായിട്ട് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധി ഉണ്ടാകും. കാര്യം വിശുദ്ധി എന്ന് പറയണത്, ഹോളിനെസ് എന്നൊക്കെ പറയണത് ദൈവസ്നേഹത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റായിട്ട്, ഉൽപ്പന്നമായിട്ട് വരണതാണ് ഈ വിശുദ്ധി എന്ന് പറയണത്. അപ്പം ദൈവസ്നേഹമാണ് വിഷയം. അപ്പം ദൈവസ്നേഹത്തിനുള്ള ഗുണം, ദൈവസ്നേഹത്തിൻ്റെ കറക്റ്റ് അനുഭവത്തിലേക്ക്, ഉടമ്പടിയുടെ ശരിക്കും പക്കാ നിയോഗം എന്ന് പറഞ്ഞത് ദൈവസ്നേഹമാകണം. ഇന്നല്ലെങ്കിൽ നാളെ ആകണം മക്കളെ. ചിലപ്പോൾ ആദ്യകാലങ്ങളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആളാണ്. ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വറുത്ത മണ്ണിൽ നിൽക്കുന്ന ആളാണ്. അവർ പ്രഥമമായിട്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്താണ്? ആ മണ്ണിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്, അല്ലേ? ചൂടുവെള്ളത്തിൽ നിൽക്കണമെങ്കിൽ അവിടുന്ന് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. അത് ഉടമ്പടി ഫസ്റ്റ് എയ്ഡ് നടക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഒരു 10-60% ആൾക്കാർ. എന്നുവെച്ചാൽ ആ വസ്തു വിറ്റാൽ ഓക്കെയാണ്, തീർന്ന പരിപാടി. ഇപ്പം അനില അങ്ങനെയല്ല പറയണത്. അനില ഉടമ്പടി എടുത്തുമ്പോൾ ആദ്യം ഞാൻ 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 90 ദിവസം കഴിയുമ്പോൾ പിന്നെ ആ റിലേഷൻ എനിക്ക് പഴയതുപോലെ ആകാവില്ല എന്ന് വിചാരിക്കും. ഇത് അനില മാത്രമല്ല, എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു മനസ്സിരിപ്പാണ്. 90 ദിവസത്തെ പരിപാടിയിലേ ഉള്ളൂ, ജയിച്ചാലും തോറ്റാലും നമുക്ക് പുറത്തു വരാനില്ല എന്ന് പറ്റും. പക്ഷെ 90 ദിവസത്തെ പരിപാടി അല്ല ഇത്. സത്യസന്ധമായിട്ട് ദൈവത്തെയാണ് നീ അന്വേഷിക്കണമെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. എന്താ കാര്യം? ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പൗലോസ് ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് പറഞ്ഞത്, ഈ ആപത്ത് വന്നാലും ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയും, നഷ്ടം വന്നാലും ഐ ഡോണ്ട് മൈൻഡ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 8:35 ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളോർക്കും ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നത്. ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നതും മനുഷ്യനെ നിരീശ്വരന്മാരാക്കുന്ന സാധനമാണ് ഇതെല്ലാം. ഈ നിരീശ്വരവാദം വന്നതെങ്ങനെ ഇവിടെ? ഇതുപോലെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. എന്തൊക്കെയുണ്ട് ഈ നിരീശ്വരവാദമോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസക്കുറവോ വിശ്വാസ അപാചയം വരണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച്. ക്ലേശങ്ങൾ വരുമ്പോൾ വിശ്വാസം തന്നു പോകും ശരിക്കും. അപ്പോൾ അത് അധർമ്മം വർദ്ധിക്കുമ്പോൾ, ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കൊണ്ടും ഉണ്ടാകല്ല, അധർമ്മം കൊണ്ടും ഉണ്ടാകാം. അധർമ്മം വർദ്ധിക്കുമ്പോൾ, ധർമ്മം വർദ്ധിക്കുമ്പോൾ ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. പലരുടെയും എന്നല്ല, എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ടില്ലേ? ചില അപ്പാവികളുടെ ദൈവസ്നേഹമാണ് തണുത്തു പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചില സമയത്ത് അധർമ്മം വർദ്ധിക്കും. അധർമ്മം എന്ന് പറയണത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പല വീടുകളിൽ അധർമ്മം അനുഭവിക്കുന്നത് ഒത്തിരി പേരുണ്ട്. അധർമ്മം അനുഭവിക്കുന്നവരുണ്ട്. കാര്യം വീടുകളിൽ പലതരത്തിലുള്ള അധർമ്മം വരും. ചിലപ്പോൾ മൂത്ത മകന് ഓടായിരിക്കും ഈ അപ്പനും അമ്മയ്ക്കൊക്കെ സ്നേഹം. അപ്പോൾ ഇളയവന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പാഴ്സൽ ചെയ്യാൻ അവർ നോക്കും. ചിലപ്പോൾ മൂത്ത മരുമകൾ വന്നിട്ട് ഇവരെല്ലാത്തിനെയും കയ്യിലെടുക്കും. അപ്പനെയും അമ്മനെയും ഒക്കെ അവർ പാക്ക് ചെയ്യും. ഇളയ മരുമകൾക്ക് അത്രയും ചാതുര്യം ഉണ്ടാകത്തില്ല. അവർ നീതി ബോധമായിട്ട് ജീവിക്കണമെങ്കിൽ ആൾക്കാരെ കൈ സോപ്പിടാനൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ സോപ്പിടുന്നതിൻ്റെ കൂടെ അവർ സോപ്പിട്ട് പതപ്പിച്ച് ഈ ആൾക്കാരെയും കൊണ്ട് പോകും. അപ്പോൾ അവരുടെ സ്വത്തും മകവും കാര്യങ്ങളെല്ലാം അവർ സോപ്പിട്ടെടുത്ത ആൾക്കാരുടെ കിട്ടും. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ച് കൊടുക്കാൻ പോലും ചില സമയത്ത് കഷ്ടപ്പെടും. ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ആരും കുഞ്ഞ് ഉടുപ്പുണ്ടാ, ക്രിസ്മസ് അല്ലേ വരണത്, അങ്ങനെ ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അപ്പനും അമ്മയും ചോദിക്കത്തില്ല. പക്ഷേ അവരുടെ മക്കളുടെ അവർക്കിഷ്ടമുള്ള മക്കളുടെ കാര്യത്തിൽ ചോദിക്കാൻ നമുക്ക് കേൾക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊന്തയില്ലോ പറയും, ഈ പന്നി കൊന്തയിലിട്ട് വല്ല കാര്യമുണ്ടോ, ഇവരുടെ കയ്യിരിപ്പ് ഇത്രയും മോശമില്ല, അധർമ്മം വർദ്ധിക്കണില്ലേ വീട്ടിൽ. മനസ്സിലായില്ലേ? ഇപ്പം അമ്മച്ചിക്ക് മൂത്ത മകളോടാ അല്ലെങ്കിൽ മരുമകളോടാണ് ഇഷ്ടം. അപ്പോൾ അവർ ഇവരുടെ സ്വത്തെല്ലാം അവിടെ കൊടുക്കുക. ഇവരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് പറഞ്ഞതല്ലേ, അത് മേടിക്കേണ്ടതല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുങ്ങൾ ചോദിക്കും, ദൈവമേ നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, നമ്മുടെ കാര്യം ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ഈ ആ വല്യമ്മ തള്ളേനെ ഇവിടെ വന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ പാ എന്ന് വിളിക്കണത്. പിന്നെ ഇവർ വിളിച്ചാൽ പന്നി പോകുമെന്ന് പറയും. അധർമ്മം വർദ്ധിക്കുന്നതാണ് വീട്ടിലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടാകണം മക്കളെ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകണം ഇതുപോലെയുള്ള വിഷയങ്ങൾ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. എന്നുവെച്ചാൽ എന്താണ്? നിങ്ങൾ ദൈവത്തിരുസന്നിധിയിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അപ്പോൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്താണ്? എന്താ പറയണത്? 24:10 എന്താ പറയണത്? സ്നേഹം തണുത്ത് പോകും. പക്ഷെ അതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ സ്നേഹം തണുത്ത് പോണതാണോ എന്നറിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ഈ വലിയമ്മ തള്ളയെ വെച്ചുകൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ മരുമക്കളെ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. വലിയമ്മ തള്ള പിള്ളേർക്ക് കയറേണ്ട കാര്യമില്ല. അതിനേക്കാളും വലിയ ബെസ്റ്റല്ലേ മരുമക്കൾ വന്ന് ലാൻഡ് ചെയ്യണവരെ. അപ്പോൾ ഇവർ ഓരോരുത്തർക്ക് നമ്മൾ നോക്കുമ്പോൾ ആകപ്പാടെ ഒരു പെശകാണ്. പ്രാർത്ഥന വേറെ, പ്രവർത്തനം വേറെയാണ് കുടുംബത്തിൽ. അത് കാരണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിശ്വാസമില്ല. ഇളയ മരുകൾ എന്തിനാണ് കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കുന്ന നടക്കുന്ന സമയത്ത് കൊച്ചിനെ നുള്ളി നോവിച്ച് നിലവിളിപ്പിച്ച് എന്തിനാണ് അവൾ പുറത്ത് പോണത്? അവൾക്ക് ഈ ഇതിനോട് പ്രതിഷേധമാണ്. ഇളയ മരുമകളെ ആ കൊച്ചിനെ ഇങ്ങനെ പാല് കൊടുത്ത് വെറുതെ ഉറങ്ങി കിടന്ന കൊച്ചിനെ എടുത്ത് നുള്ളു ഇരുട്ടത്ത് വെച്ചോണ്ട് അവരുടെ കായിന്ന് പറഞ്ഞാൽ നിലവിളിക്കും. ഓരോരോ പറഞ്ഞ് ഇവൾ ചാടി പുറത്ത് വീഴും. അവളുടെ മനസ്സിരിക്കണത് എന്തിനാണ്? ഈ പണ്ടാരത്തിലൂടെ പ്രാർത്ഥിക്കാനുള്ള നല്ലത് ഒറ്റക്ക് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും. അധർമ്മം വർദ്ധിക്കുന്നുണ്ട. അധർമ്മം വർദ്ധിക്കുമ്പോൾ ദൈവസ്നേഹം തണുത്തു പോവുകയാണ്. ഇത് കുറേ മനുഷ്യരുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പല ദൈവസ്നേഹവും അളക്കണതും തൂക്കണതും അത് വെരിഫൈ ചെയ്യണതെല്ലാം വീട്ടിലുണ്ടാകുന്ന ചില ചിലവർ ഇവരെന്തിനാണ് കുർബാന സ്വീകരിക്കണത്? ഇവർ വീട്ടിൽ വന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും ആ നാട്ടിൽ നിന്ന് ഓടിക്കളയെന്ന് പറയും. കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയിരിക്കുന്നത്. വീട്ടിൽ കാണിക്കുന്ന അപ്പം നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടിയിലൊരു വാക്കുണ്ട്, യശ്രൂം. കഴിഞ്ഞ ദിവസങ്ങളിലെ ജോസ്നയുടെ സാക്ഷ്യങ്ങളാണത് ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെഡിക്കലിൽ നിൽക്കുകയാണ്. ആദ്യത്തെ മെഡിക്കൽ പൊട്ടിപ്പോയി, നടുവ് വളഞ്ഞിരിക്കുകയാണ്, എല്ല് വളഞ്ഞിരിക്കുകയാണ്, പൊട്ടിപ്പോയി. ആ പൊട്ടിയ വളഞ്ഞ നടുവെല്ലും കൊണ്ട് തന്നെ വീണ്ടും മെഡിക്കലിൽ നിൽക്കുമ്പോൾ കർത്താവ് അവളോട് കുറേ വാക്കുകൾ പറയും. കർത്താവിനോട് അവൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീസസ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കയറിപ്പോവും, ചിലപ്പോൾ ഞാൻ വീണു പോകും. ഒരു കാര്യം നമ്മളൊരു ധാരണ വേണം, ഞാൻ തോറ്റാലും
വീണാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു ഉടച്ചിലും ഉണ്ടാകത്തില്ല, ഒരു പോറൽ പോലും ഏൽക്കത്തില്ലെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് ഇവിടെ നാവിലേക്ക് പറയും, ഭയങ്കര ഒരു വചനം കൊടുക്കും. അഭിഷേക വചനമെന്ന് പറയും. അത് ഈ ജീവിതത്തിൽ 1-2 അഭിഷേക വചനങ്ങളെങ്കിലും നമുക്ക് കിട്ടണം. എന്നുവെച്ചാൽ അഭിഷേകം വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് പോയിന്റിൽ ദൈവം നൽകുന്ന ഒരു കൈ ഇങ്ങനെ നീളുക. ഇപ്പം നമ്മൾ ചെളിയിൽ മുങ്ങിപ്പോവുകയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ചുറ്റും ആരുമില്ല, അപ്പോഴാണ് ഒരു കൈ നീണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ആ കൈയൊക്കെ നമ്മൾ പിടിക്കത്തില്ലേ? അതുപോലെയാണ് ഈ അഭിഷേക വചനത്തിൻ്റെ സംഭവം. ഇവളുടെ സത്യസന്ധത ഡിക്ലെയർ ചെയ്ത്, എന്താണ്, എൻ്റെ നടുവെല്ല് വളഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം, അപ്പം ഞാൻ മെഡിക്കലിന് തോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ തോറ്റാലും ഒരു കാര്യം സത്യമാണെന്ന് എനിക്കറിയാം, എന്താണ്, നമ്മളുടെ റിലേഷന് ഒരിക്കലും ഒരു ഉടച്ചിൽ വരുത്തില്ലെന്ന് പറയും. ഇത് വരുമ്പോൾ ഇവളെ കർത്താവ് യശ്രുവെന്ന് വിളിക്കും. യശ്രുവും എന്താ അർത്ഥം? എന്താ? എന്നിട്ട് ഇവളോട് പണ്ട് ഇവൾ പഠിച്ച വചനം ആത്മാവ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. എന്താ പറയുന്നത്? അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. നിയമാവർത്തനത്തിൻ്റെ 33:26 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 33:26. യശ്രൂൺ, യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതാണ് സംഭവം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുന്നതിന് പകരം പറയണ യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതിങ്ങനെ പണ്ടെവിടെയോ അവൾ മനസ്സിൽ സൂക്ഷിച്ചൊരു സാധനം ഈ ഒരു ഡേഞ്ചറസ് ജംഗ്ഷനിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നൊരു കൈ പോലെ കൊടുക്കുകയും, യശ്രവും, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ലെന്ന് വെച്ചാൽ നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത വചനം എന്താ? നിന്നെ സഹായിക്കാൻ, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. മേഘത്തിൻ്റെ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. യേശു അപ്പം ദൈവത്തിൻ്റെ മഹത്വപൂർണനുമായ, ആരാധ്യനായ, അജയനായ, അശരൂഢനായ, മേഘസമാഹകനായി കർത്താവ് വരികയാണ് ഇവളുടെ ജീവിതത്തിലോട്ട്. യശ്രോ, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. അപ്പം യശ്രോ എന്ന് വിളിക്കണത് എന്താ കാര്യം? അതൊരു ഓമന പേരാശരിക്കും. യശ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ ദൈവം വിളിക്കണ ഓമന പേരാ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ അർത്ഥങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ നീതീകരിക്കപ്പെടുകയും ആ വിശുദ്ധ രക്തത്തെ ഓർത്തുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ ഒരു സ്പിരിച്വൽ പേറ്റൻ്റായി മാറുന്നു, ആത്മീയ സ്വത്തവകാശമായി മാറുന്നു. അത് ഭയങ്കര വല്ലാത്തൊരു കൺസെപ്റ്റാണ് യശ്രൂവും. ബൈബിളിൽ 2 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നുവെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളിലും ദൈവം ഉദ്ദേശിക്കുന്നത് നീതീകരിക്കപ്പെട്ട ദൈവ പൈതൽ, നീതി പൈതൽ. അതാണ് ഞാൻ നീതി പൈതൽ എന്ന് തർജ്ജമ ചെയ്തത്. യശ്രൂവും നീതി പൈതൽ. നീതി പൈതൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും കർത്താവിൻ്റെ പദ്ധതികളും കർത്താവിൻ്റെ വഴി നടത്തലുകളും അത് നമുക്ക് തിന്മയും അതുപോലെ ക്ലേശങ്ങളും ഉണ്ടാക്കിയാലും പരിശുദ്ധ അമ്മയെപ്പോലെ അത് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിച്ച് ഏതെല്ലാം ക്ലേശങ്ങളെ പോകുമ്പോഴും ആ ലെവൽ ഡാമേജ് ആകാതെ നിർത്തുന്നതാണ് യശ്രൂം, നീതി പൈതൽ എന്ന് പറയുന്നത്. അതാണ് ഇവൾ പറയണത്. ഇവൾ ആദ്യം പറഞ്ഞ ഇതാണ്, എൻ്റെ നട്ടെല്ല് വളഞ്ഞതാണ്, ഞാൻ ഈ മെഡിക്കലിന് തോക്കും. അങ്ങനെ തോറ്റാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു പോറലും ഉണ്ടാകത്തില്ല. അപ്പോഴാണ് ദൈവം ഇവിടെ വിളിക്കണം യശ്രൂ, ഇതാണ് നീ. എന്താണ്? നീ നിൻ്റെ വിശ്വാസത്താൽ, ആ വിശ്വാസം ഉത്ഭുതമാകുന്ന ദൈവസ്നേഹത്താൽ നീ എന്നെ, അതായത് ആ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി നീ ലോകത്തെയും ജീവിതത്തെക്കാൾ വലുതായി ദൈവത്തെ കാണുന്നൊരു വ്യക്തിയാണ് നീതി പൈതൽ എന്ന് പറയണത്. ആ നീതി പൈതലാണ് പറയണത്
ഒരു പൗലോസ് അപ്പോസ്തലൻ നീതി പൈതലേക്ക് വരുന്ന ഒരു ദൂരമുണ്ട്. ശരിക്കും ഉടമ്പടിയുടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ChatGPT, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെർപ്ലക്സിറ്റി, അങ്ങനെയുള്ള ആപ്പുകളോട് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യഷ്റൂം എന്ന് ചോദിച്ചു. അപ്പോൾ യഷ്റൂം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ദർ ഈസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ യഷ്റൂം ആൻഡ് കവനൻ്റ് എന്ന് പറയും. വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നതും യഷ്റൂം തമ്മിൽ ബന്ധമില്ലെന്ന് പറയും. അപ്പോൾ പരിശുദ്ധാൻ പറയും യവന്മാർക്ക് അത്രയും അമ്മമാർ പഠിച്ചിട്ടില്ല, ബന്ധമുണ്ടെന്ന് പറയും. എന്താ കാര്യം? ഈ കവനൻ്റ് പോണത് യഷ്റൂമിലേക്കാണ് പോണത്. കവനനിലേക്ക് എന്താ വിളിച്ചിരിക്കണത്? അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കാരണം കർത്താവിൻ്റെ തിരുസ്ഥാനിൽ കണ്ണീരിൻ്റെ കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് നിക്കക്കള്ളിയില്ല, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് സമാധാനം ഉണ്ടാക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോഴുണ്ട് ഇവിടെ ഈ ജസിനെ പോലെയുള്ള ആൾക്കാരൊന്നും പറയണം ഇതൊക്കെയാണ് ശരിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നം നീയാണെന്ന് പറയും. അതാണ് പ്രശ്നം, അതാണ് യക്ഷുറുമാകണത്. ഇതൊക്കെ ശരിയാണ്, എനിക്കിനി അടി ഒരു മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ നടുവ് നിവർത്തി തരാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇനി നടുവ് നിവർത്തി തന്നില്ലെങ്കിലും ഞാൻ നീയും തമ്മിലുള്ള ബന്ധത്തിന് അതിൻ്റെ പേരിൽ വിശ്വാസത്തിനോ പ്രാർത്ഥനാ ജീവിതത്തിനോ വിശുദ്ധ ജീവിതത്തിനോ ഒരു പോറലോ ഉണ്ടാകത്തില്ല. ഉടനെ പരിശുദ്ധാത്മ പറയും യഷ്റൂം, നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടി വാനമേഘങ്ങളിൽ മേഘത്തെ ചിറയാക്കിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു എന്ന് പറയും. എന്നിട്ട് അത് ആ വചനം കിട്ടിയിട്ട് ഇവിടെ ഇടക്കിടക്ക് ഇത് പറയാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്താ? കർത്താവിൻ്റെ വരവ് ഇവളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ അത് ത്വരിതപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഈശോ പറയണത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്നിരിക്കില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളുന്ന രാജാവേ, മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളുന്ന ക്ലേശം തീർക്കുക നിത്യം ക്ലേശം തീർക്കുക മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളുന്ന രാജാവേ, മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളുന്ന ക്ലേശം തീർക്കുക നിത്യം ക്ലേശം തീർക്കുക ലൂക്ക 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അത് വിഷയം. അത് എന്ത് വിശ്വാസമാണ്? ഇപ്പം 18:8 ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഈ റിഫൈൻഡ് ഫെയ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന റോ ഫെയ്ത്ത് അല്ല. ഫെയ്ത്തിൽ തന്നെ റോ ഫെയ്ത്ത് ഉണ്ട്, റിഫൈൻഡ് ഫെയ്ത്ത് ഉണ്ട്. റിഫൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ടെസ്റ്റഡ് ഫെയ്ത്താണ്. റോ ഫെയ്ത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ കാരിസം ക്ലാസ്സിൽ കേട്ട വിശ്വാസമാണ്. റോ ഫെയ്ത്താണ്. ഈ റോ ഫെയ്ത്ത് എന്ന് പറയണത് റോ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ക്രൂഡ് ഓയിൽ, എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്.
ക്രൂഡ് ഓയിൽ വെച്ചൊന്നും നമുക്ക് ഈ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. ഓടിക്കാൻ പറ്റുക? ക്രൂഡ് ഓയിൽ ഒഴിച്ചാൽ കാർ ഓടുക? ഇല്ല, ഓടത്തില്ല. അതിനെ ശുദ്ധീകരിച്ചിട്ട് അതിൻ്റെ ഡീസലോ പെട്രോളോ ആക്കി മാറ്റിയാൽ മാത്രമേ അത് റിഫൈൻഡ് ആക്കണം. ഓയിൽ റിഫൈനറി എന്നല്ലേ പറയുന്നത്, റിഫൈനറി. ഇതുപോലെ ഫെയ്ത്ത് റിഫൈനറി ഉണ്ട്. ആ സർവൈവ്ഡ് ആയിട്ടുള്ള ഫെയ്ത്ത് റിഫൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാതാപിതാക്കന്മാരിൽ നമുക്ക് വിശ്വാസം കിട്ടും. അവർ കത്തോലിക്കരായതും ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മളും ക്രിസ്ത്യാനികളായി പോകും. അത് റോ ഫെയ്ത്ത് എന്ന് പറയും. ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നിത്യരക്ഷ ഓക്കെയാണ്. പക്ഷെ ആർജിത കൃപയ്ക്ക് സഹായകരമല്ല. ട്രഡീഷണൽ ഫെയ്ത്ത്, റോ ഫെയ്ത്ത് ആർജിത കൃപയ്ക്ക് ആർജിത കൃപയെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ആർജിക്കുന്ന കൃപയാണ്. ആർജിക്കുന്ന കൃപയെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഫെയ്ത്താണ്. റിഫൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അഗ്നിപരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. അതാണ് റിഫൈൻഡ് ഫെയ്ത്ത്, അതിജീവിത വിശ്വാസം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന കേട്ടാ പറഞ്ഞ അഗ്നിശോധന കാരണം കണ്ടില്ലേ? അല്ല, മാതാപിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യ വിശ്വാസം കിട്ടിയാൽ അത് റോ ഫെയ്ത്താ. ഇനി ഇതിന് എന്ത് ചെയ്യണം? അഗ്നിശോധനകളാണ്, വേറെ മാർഗമൊന്നുമില്ല. കുളിച്ചാൽ ശരിയാകത്തില്ല. തീ തന്നെ വേണം ഇതിന് സംഭവം. അഗ്നിശോധന വേണം. അഗ്നിശോധന എന്ത് ചെയ്യണം? അതിജീവിക്കുകയും ചെയ്യണം. അഗ്നിശോധന കത്തിപ്പോയാൽ പോയി. അഗ്നിശോധനയെ പറഞ്ഞ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന 1 പത്രോസ് 1:7. ഏറ്റു പറഞ്ഞ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പരീക്ഷകളെ അതിജീവിക്കണത് വിശ്വാസമുണ്ട്. പിന്നെ പരീക്ഷകളെ അതിജീവിക്കുന്ന പ്രത്യാശയുണ്ട്. പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവസ്നേഹമുണ്ട്. ഈ പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ നിലവാരത്തിലേക്കാണ് ഈ ജോസിന വളർന്നു വന്നിരിക്കുന്നത്. എന്താ പറയണത്? ഇവളെ കർത്താവുമായിട്ട് സെൽഫി എടുത്ത് സങ്കടം വരുമ്പോൾ ഈ സെൽഫി നോക്കി ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നയാളാണ്. അപ്പോൾ അവൾ നേരത്തെ പറയുകയാണ്, എങ്ങാനും ഞാൻ എൻ്റെ നട്ടിൽ വളഞ്ഞിരിക്കണ കാരണം എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ് ഞാൻ എൻ്റെ പേരിൽ നിൻ്റെ അടുത്ത് വാക്കിടാനോ വഴക്കുണ്ടാക്കാനോ പ്രാർത്ഥന കുറക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അത് നേരത്തെ പറയണം. അതാണ് വിഷയം. മുൻകൂർ നടന്നിട്ട് പറയണം, നേരത്തെ പറയുകയാണ്. ജാമ്യം എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കലിന് തോക്കണത് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കത്തില്ല. അതാണ് ഈ അതിജീവിത ദൈവസ്നേഹം എന്ന് പറയണത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പല ആൾക്കാരും വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും ഒന്നും ദൈവം അംഗീകരിക്കണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദൈവം ഈ റോ ഫെയ്ത്ത് ആണെങ്കിൽ ഇപ്പം അപ്പന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കരിസ്യത്തിൽ കിട്ടിയ വിശ്വാസമാണെങ്കിൽ ദൈവം പറയും ഇറ്റ്സ് ഓക്കെ, അത് നിനക്ക് അതിൻ്റെ അകത്ത് മുതൽ മുടക്കമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിക്കും. അത് ഭയങ്കര ചോദ്യമാണ്. അപ്പൻ്റെക്ക് കിട്ടിയ വിശ്വാസമാണെന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കും വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറയും ബബ ജപ ഒരു സാധനം ഇല്ല എൻ്റെ അകത്ത്. അത് ഭയങ്കര ഗതികെട്ട ജീവിതമാണ്. നീ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഈ വിശ്വാസം കൊണ്ട് അപ്പനുണ്ടാക്കിയ വിശ്വാസം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി അടുത്ത ടെസ്റ്റൊന്നും എഴുതാൻ പറ്റത്തില്ല. യു ആർ നോട്ട് എലിജിബിൾ. അതാണ് വിഷയം. കാര്യം 15 വയസ്സ് വരെയൊക്കെ ഓക്കെയാണ്. 12 വയസ്സാണ് സുവിശേഷത്തിലെ വയസ്സെന്ന് പറയണത്. കർത്താവ് തർക്കിക്കാൻ പോയത് എന്നാണ്. 12 വയസ്സിലല്ലേ? അപ്പം 12 വയസ്സാണ് ഇതിൻ്റെ അകത്ത് ഈ അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസം സൂക്ഷിക്കാൻ പറ്റുന്നൊരു കാലം. 13ാം വയസ്സിൽ നീ കയറിക്കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസം വെക്കേണ്ടി വരും. നീ പ്രാർത്ഥിക്കുക പറയും, നിൻ്റെ വിശ്വാസം വെക്കാൻ പറയും. എൻ്റെ വിശ്വാസം ഒന്നും ആയില്ലെന്ന് പറയും. എന്താ കാര്യം? അതായത് നിൻ്റെ വിശ്വാസം നിനക്ക് വേണമെങ്കിൽ 1ാം ക്ലാസ് മുതൽ വെക്കാവുന്നേ ഉള്ളൂ.
കാര്യം ഒന്നാം ക്ലാസ്സിൽ നിൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞിനെ നിന്നേക്കാൾ നീ പഠിച്ചിട്ടും അത്രയും മാർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ നിന്നെ ഒരു മാർക്ക് വെച്ച് നിന്നെ ആക്കാൻ നോക്കുകയും നിൻ്റെ ക്ലാസ് ടീച്ചർ ചിലപ്പോൾ നിന്നെ ഇഡിയറ്റ് ബസ്റ്റാർഡെന്നൊക്കെ പിടിക്കും മാർക്ക് കുറയുമ്പോൾ. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സിലൊരു 90% മാർക്കുള്ള 5 പിള്ളേരുടെ കൂട്ടത്തിൽ നിന്നെ അവരിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നീ അത് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ തോന്നിയ മാസം വിളിക്കണത്. അവിടെ ഉള്ളിലൊരു സ്നേഹവും ഒരു കരുതലും ഒക്കെ ഉണ്ട്. പക്ഷേ അത് അവർ പ്രകടിപ്പിക്കണ തക്ക വിളിച്ചുകൊണ്ടായിരിക്കും. അത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ 1-2 ക്ലാസ്സിനെ എവിടെയെങ്കിലും തോറ്റാലും എൻ്റെ മക്കൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് ഒരു ഇൻസിഡൻ്റ് അനന്തരമായിട്ടുള്ള ആത്മീയത, ഒരു വിഷയാനന്തരാധ്യായ ഇപ്പം വിഷയാനന്തര ആധ്യാത്മികത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്ന നിങ്ങളുടെ അപ്പൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു. ഇതൊക്കെ നേരത്തെ നിങ്ങളെ അപ്പനും അമ്മയും അമ്മ ആവട്ടെ തന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യമേ തന്നെ ബോധവും ബുദ്ധിയുള്ളപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആൾക്കാരെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ്. അത് ക്ലിയർ. ആദ്യമേ ചിന്തിക്കണം നമ്മൾ. ഇപ്പം ഞാൻ എൻ്റെ അപ്പനും അമ്മയും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കരമായ ഒരു വിഷമ കാലത്ത് ജീവിക്കുകയാണ്. ഇപ്പം ഞാനപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അപ്പനും അമ്മയും ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ പറയും അപ്പോൾ അന്ന് ഞങ്ങൾക്ക് നല്ല വീടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും സാരമില്ല, ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് സിമിത്തേരി നല്ല വീട് കെട്ടിത്തരാമെന്ന് പറയും. എന്നിട്ട് അപ്പനത് ഒരു 4-5 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം പറഞ്ഞു കേട്ടല്ലേ എനിക്ക് സിമിത്തേരി വീട് കെട്ടാമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. പക്ഷേ എനിക്കും ഈ ആൾക്കാർ മരിക്കുന്നതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അപ്പം മരിച്ചുപോയി. നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യവും പറഞ്ഞുകൊണ്ട് പിന്നെ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കും. ഈ ഒരു സാധനത്തെ നിർത്തി കത്തിക്കും ദൈവം. കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷയം അതായത് ഈ വന്നു കയറിയ ആൾക്കാർ എപ്പോഴായാലും ഇറങ്ങിപ്പോകും. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ കാര്യവും അങ്ങനെയാണ്. സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. എന്തെല്ലാം ആർജിച്ചിട്ടുണ്ടോ അതെല്ലാം ഇറങ്ങിപ്പോവും. നമ്മളെങ്ങനെ പിടിച്ചു വെച്ചാലും ഇറങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് ഈ സാധനം ഇറങ്ങിപ്പോകുന്ന ആദ്യമേ നമ്മൾ കൗണ്ട് ചെയ്താൽ പ്രശ്നം തീർന്ന്. വന്നവരെല്ലാം പോകേണ്ടവരാണെന്ന്, വന്നതെല്ലാം പോകേണ്ടതാണെന്ന് ഒരു ധാരണ ഉണ്ടാകണം. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ മേക്കെട്ട് കയറരുത്. കുറേ പന്നികളുടെ സ്ഥിരം ബിസിനസ് ഇതാണ്. എന്തെങ്കിലും ഇടറുണ്ടായാൽ ഉടനെ പ്രാർത്ഥന മുടക്കും, ഉടനെ പള്ളിപ്പോക്ക് മുടക്കും, ഉടനെ കുമ്പസാരം മുടക്കും, ഉടനെ കുർബാന മുടക്കും. അപ്പം തോറ്റില്ലേ നമ്മൾ? ദൈവം എന്താണ് കൊതിക്കണത് നിങ്ങൾക്കറിയാവോ? ദൈവം കൊതിക്കണത് ഇത് കഴിഞ്ഞിട്ട് എന്താണ് പെർസിസ്റ്റ് ചെയ്തിരിക്കണത്. ഈ ശോധന കഴിഞ്ഞതിന് ശേഷം, ഈ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം അതിജീവിച്ചിരിക്കണത് എന്താണെന്ന് നോക്കൂ. എൻ്റെ ദൈവവേദന അതിൽ ഒത്തിരി ആൾക്കാരും. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഈ കണ്ട ആൾക്കാരെല്ലാം കൂടി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നതും വ്യാഖ്യാനിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ അന്ത്യകാലങ്ങളിൽ കർത്താവ് വരണ കാര്യം, അന്ത്യകാലങ്ങൾ വരണ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ടെസ്റ്റ് ചെയ്യണത് വിശ്വാസമായിരിക്കും. ദൈവം എങ്ങനെയും വരാമല്ലോ. ദൈവത്തിന് നിനക്കൊരു പ്രൊമോഷൻ തന്നുകൊണ്ട് നിനക്ക് ദൈവത്തിന് വരാം. നിനക്ക് തരാനുള്ള പ്രൊമോഷൻ കളഞ്ഞുകൊണ്ടും ദൈവത്തിന് വരാം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്, ജോസിനെ അങ്ങനെ പറയണത്. ഞാൻ വളഞ്ഞ നഷ്ടത്തിലുമായിട്ടാണ് ഞാൻ ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങണമെങ്കിലും നമ്മളുള്ള സ്നേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയും. എന്താണ് ആ വിശ്വാസം, ആ സ്നേഹം? അതുപോലെ തന്നെ കാര്യം എൻ്റെ സ്നേഹം, നമ്മളുള്ള സ്നേഹം എൻ്റെ വളഞ്ഞ നഷ്ടലിൽ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇരിക്കണത്. അത് നമ്മളുള്ള ആന്തരികമായ ബന്ധമാണത്. ഇതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയണത്. എൻ്റെ ദൈവത്തിൽ ഇതുപോലെ ഇപ്പം എന്ത് സംഭവം എന്നറിയാവോ? ഉള്ള എക്സ്റേ മുഴുവൻ വളഞ്ഞ് നട്ടലോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് 2 റിജക്റ്റായി. മൂന്നാമത്തെ കയറാൻ പോകുമ്പോഴാണ് ഈ ഡയലോഗ് ഫിറ്റ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ നട്ടല് നേരെയാകും. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ദൈവത്തിനൊന്നും അസാധ്യമല്ല.
പക്ഷേ ഇവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുണ്ട്. ഇവൾ ഈ ഡയലോഗ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ സംഗതി അവൾ ജയിച്ചു. അവിടെ വളഞ്ഞ നട്ടല് നേരെയായി. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ പേരിൽ എൻ്റെ നട്ടല് വളഞ്ഞിരുന്നാൽ പോലും നമ്മളുടെ സ്നേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന്. അപ്പോൾ ഉടനെ എന്താ പറയുക? യഷ്റൂം എന്ന് വിളിക്കും. യഷ്റൂം, ഇതാണ് യഷ്റൂം. എന്താ കാര്യം? എന്താ? നീ എന്നെ കിട്ടിയ ഭൗതിക ആനുകൂല്യങ്ങളുടെ ഏറ്റക്കുറച്ചിൽ വെച്ച് നീ എന്നെ അളന്നില്ല യഷ്റൂം. നിൻ്റെ സ്നേഹം നിൻ്റെ ഭൗതിക ആനുകൂല്യത്തൊക്കെ വലുതായി നീ എന്നെ കണ്ടു. അതുകൊണ്ട് വാനമേഘങ്ങളിലൂടെ മേഘത്തിന് ചിറക് വീശി നിൻ്റെ കൈപിടിക്കാൻ നട്ടൽ നേരെയാക്കാൻ ഞാൻ വരുന്നു. ആ അഭിഷേക വചനം ഇങ്ങനെ തിരിച്ചു വരികയും, ഈ അഭിഷേക വചനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അനോയിൻറ്റഡ് വേർഡ് കിട്ടണം. അനോയിൻറ്റഡ് വേർഡ്. ഈ അഭിഷേക വചനത്തിൻ്റെ പ്രത്യേകത, ഉടമ്പടിക്കാരോടെ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാര്യം ഇന്നത്തെ കാലത്ത് ആധ്യാത്മികത അവസാന വാക്കാണ് ഉടമ്പടി. മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ചുമൊക്കെ ഐതിഹാസികമായ സുവിശേഷ സാക്ഷ്യം ഇന്ന് നിറവേറ്റി സാക്ഷ്യം പറയണ ആരാണ്? ഉടമ്പടിയിലുള്ള ആൾക്കാരെ പറയണത്. അവർക്ക് ഭയങ്കര സാധ്യതയാണുള്ളത്. എന്താ കാര്യം? അവർ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ സ്നേഹിച്ചും സുവിശേഷ സാക്ഷ്യം പറഞ്ഞുകൊണ്ടും ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് വരണത്. ഈ മുന്നേറ്റത്തിലും വരുന്ന ആൾക്കാർ പറയുന്ന വാക്കുകളൊക്കെ ചില സമയത്തൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച് കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന കുറേ രീതികളുണ്ട്. അതിലൊന്ന് അഭിഷേക വചനമാണ്. അഭിഷേക വചനം ഇപ്പം നമ്മൾ സുഗന്ധാഭിഷേകം എന്ന് നമ്മൾ പറയും അല്ലേ? അതും ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ മാർഗമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മൾ വസിക്കുന്ന സംഭവമാണ് അഭിഷേക വചനം. അഭിഷേക വചനം എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും, ഇപ്പോൾ അരമണിക്കൂർ ഉടമ്പടി വചനം വായിക്കണമല്ലോ. ചില ആൾക്കാർ 1 മണിക്കൂർ വായിക്കും, ചില ആൾക്കാർ 5 മിനിറ്റ് വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് വീട്ടിൽ പോകും. അതാ വിഷയം. പലരും പല രീതിയിലാണ് കാണുന്നതേ. അപ്പം ചിലർ പറയും ഞങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്യാനാണ്, നിങ്ങളാണ് ഇതൊക്കെ പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കണത്, നിങ്ങൾ അതൊന്നും കണ്ടുപിടിച്ചതല്ല. പണ്ട് ചെയ്തോ ഇപ്പം ചെയ്തോ അല്ല പ്രശ്നം, എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം, എങ്ങനെ ചെയ്തു എന്നാണ് വിഷയം. ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സംസാരം തക്ക സമയത്ത് നമുക്ക് ഉപകരിക്കാൻ വേണ്ടി അത് അനോയിൻറ്റഡ് വേർഡ് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കും. എന്നിട്ട് സമയമാകുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. സമയമാകുമ്പോഴാണ് ഇത് ഓപ്പണായിട്ട് വരണത്. നിങ്ങളുടെ ന്യായാധിപ സംഘം നിൽക്കുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട. നിങ്ങൾ പറയേണ്ടത് എന്താണ്, ആ സമയത്ത് അറിവ് നൽകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സുവിനോ കാണാനോ. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സുവിനോ കാണാനോ. തേജസ്സുവിനോ കാണാനോ. രാജാവേ രാജാവേ മഹിമയോടെ വാനമേഘത്തിൽ മത്തായി 10:19 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ ഈ ഒരു ടൈം വരുമ്പോൾ ഇതുപോലെ നമ്മളൊരു പ്രത്യേക ക്രഷിലൂടെ, അതെന്നുവെച്ചാൽ നിങ്ങൾ പറയുന്ന ക്രഷല്ല. പണ്ട് ക്രഷിൻ്റെ അർത്ഥം ഇന്നത്തെ ക്രഷിൻ്റെ അർത്ഥമല്ല. പണ്ട് ആൾക്കാർ ഞെരുക്കത്തിലാണ് ക്രഷിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ആൾക്കാർക്കാണ് ആകർഷണത്തിലാണ് ക്രഷ് എന്ന് പറയുന്നത്. ഭയങ്കരമായ വാക്കിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞെരുക്കത്തിൻ്റെ സമയത്ത്
അടക്കം ചെയ്യപ്പെട്ട അഭിഷേക വചനങ്ങൾ വാതിൽ തുറക്കും. എന്നിട്ട് അതാണ് പറഞ്ഞത്, ആ സമയത്ത് അതാണ് ഈ വചനം വായനയുള്ള ഗുണം. അതാണ് വചനം വായിക്കുമ്പോൾ ഒരു ഇൻഫർമേഷന് വേണ്ടി വായിക്കരുത്, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി വായിക്കണം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് സമ്പാദിക്കാൻ വേണ്ടി. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? വചനം കേട്ടിട്ട് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാൻ നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടി വായിക്കണം. ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടി വചനം വായിച്ചാൽ അഭിഷേക വചനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഭിഷേക വചനം എന്ന് പറയുന്നത് ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് എപ്പോൾ ഇടക്കിടക്ക് ആ ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇവളോട് പറഞ്ഞത് യശ്രൂമിൻ്റെ വചനമില്ലേ, അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ പെട്ടെന്നങ്ങനെ ചെന്നപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്ന്, എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാ, എത്രയോ കുരിശിൻ്റെ വഴികളിൽ 10,000 പ്രാവശ്യം കേട്ടു. പക്ഷെ ഇപ്പോൾ കർത്താവ് നേരിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ രണ്ടാമത് പോയി നോക്കി, എന്താണ്? നിൻ്റെ നിർമ്മലൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഈ വാക്കാണ്, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാ. ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. ഞാനുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്, ഈ പ്രസ്ഥാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ റീഡിങ് എങ്ങനെ പോകുന്നു, കർത്താവ് വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്ന് ഞാൻ കർത്താവിനോട് ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വരണത്. ഇതിന് അഭിഷേക വചനം എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെ ദൈവം കെട്ടുക, അഴിക്കുക എന്നുള്ള വാക്കിലാണ് വെക്കണത്. അതായത് നമ്മൾ തകർച്ച എന്നൊക്കെ പറയാം അല്ലേ? കരിസ്മാറ്റിക് ആരുപോലെ പറയണത് തകർച്ച, മുറിവെന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ അതിൻ്റെ അഭിഷേക തലത്തിൽ അത് വരണത് അഴിച്ചിലെന്നാണ് പറയണത്. അഴിച്ചിലും കെട്ടലും എന്ന് പറയും. കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് അഴിച്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയണത് ദൈവം ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ നേരത്ത് പറയും, നിൻ്റെ നിർമ്മലൻ, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുക. പ്രൊട്ടക്ഷനാണ് സംഭവം. എന്ന് വെച്ചാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്നായി പറയണത്. ഈ വിഷയത്തിൽ കർത്താവ് ഇത് ഏറ്റെടുക്കും എന്ന് പറയണം. ഇതൊരു അഭിഷേക വചനമാണ്. അഭിഷേക വചനം പറയും, ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടതാണിത്. അത് നമുക്ക് ഈ വചനത്തിലൂടെ വരുന്നൊരു വിഷയം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ വായിച്ചിട്ട് ആ നിൻ്റെ എന്നുള്ള വാക്ക് വരച്ച് ചുവപ്പ് മഷിയിൽ വരച്ചിട്ട് നിൻ്റെ നിർമ്മലൻ, എൻ്റെ എന്നുള്ള എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ നിർമ്മലൻ അവിടെ വിഷയം. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്കാണ് നിങ്ങളെ ഉടമ്പടി ചേർത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ത് പരിപാടിയുമായിട്ടാണ്? നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, വിസ പ്രോസസ്സിങ്ങുമായിട്ടാണ്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത തോൽവിയാണ് ഈ വിഷയം.
നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയാലും 30 പുതുക്കിയാലും നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾ ലിങ്കാകുന്നിടത്തോളം കാലം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. നിങ്ങളും ദൈവവും തമ്മിലാണ്, അല്ല നിങ്ങളുടെ വസ്തുക്കളും തമ്മിലല്ല, നിങ്ങളുടെ വിഷയങ്ങളും തമ്മിലല്ല നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗതികേട് കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും നിങ്ങൾ ദൈവാനുഗ്രഹത്തെ അളക്കണത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് നോൺസെൻസ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറയുന്ന സാധ്യത, ദൈവം തുറന്നിട്ടിരിക്കുന്ന സാധ്യതയിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിർമ്മലനാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ദൈവം എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കക്ഷിയാണെന്ന് പറയും. അത് അവസാനം വരെ പറയും. ദൈവം ഒരിക്കൽ പറഞ്ഞാൽ ഇടയ്ക്ക് പറയാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ദൈവത്തിൻ്റെ ഒരു പരാജയവും അതാണ്. ദൈവം ഒരിക്കൽ നിങ്ങളെ ഒരു റെക്കോർഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ചാട്ടക്കാരൊക്കെ ചാടുമ്പോഴും അവരൊരു റെക്കോർഡ് ഇടും. ഇപ്പം 53 ഇഞ്ചെന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് 58 ഇഞ്ചാണ് നിങ്ങൾ ചാടിയെങ്കിൽ പിന്നെ നിങ്ങൾ വയസ്സാകുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ചാടാൻ പറ്റത്തില്ല. അതായത് മനുഷ്യൻ ഒരിക്കലിട്ട റെക്കോർഡ് അവന് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവന് പ്രായമാകുന്നതനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം കൗണ്ട് ചെയ്യണത് എന്തായിരിക്കും? നീ ഇട്ട റെക്കോർഡായിരിക്കും കൗണ്ട് ചെയ്യണത്. അത് ഭയങ്കര സീരിയസ്. അത് ദൈവത്തിൻ്റെ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാലത്ത് നീ ഏറ്റവും നിലവാരമുള്ള ഒരു ദൈവസ്നേഹം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവവേദന പിന്നീട് നീ ഇത്തിരി കുറഞ്ഞു പോയാലും ദൈവം പരിഭവപ്പെടും എന്ന് പറയാം. നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ടേക്ക് ദ ബെഡ് അപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. എൻ്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. വെളിപാട് 2:4. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അത് ദൈവം. അപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം എന്താണെന്നറിയാമോ? നിങ്ങളൊരു നല്ല കണ്ണും കാണാപ്പഴ ചെയ്യും കേൾക്കാം ജീവിക്കുകയും ചെയ്യാം ഉള്ള കാലത്ത്, നല്ല കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. അതാണ് നമ്മുടെ ഉടമ്പടി. നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അതാണ്. സാർ, ഉടമ്പടി നല്ല ആരോഗ്യവും അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വർക്ക് ചെയ്യണ കാലത്ത് ഒരു റെക്കോർഡ് ഇടണം ദൈവത്തിരുസന്നിധിയിൽ. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡ്. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡെന്ന് പറയുമ്പോൾ അതിന് ഈ റോമർ 8:35 വെച്ചാണ്. എന്തൊക്കെയാണ് റോമർ 8:35? എന്തൊക്കെയാണ്? അവിടെയെല്ലാം ദൈവസ്നേഹത്തിന് നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ് അനുഭവത്തെക്കാൾ മുകളിൽ നിർത്തുമ്പോഴാണ് റെക്കോർഡ് വീഴണത്. ആ വായിച്ച് റോമർ 8. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പോൾ പട്ടിണി ഉണ്ടാകും, ക്ലേശം ഉണ്ടാകും. ഈ സമയത്ത് എന്തിനുള്ളതാണ്? ഇതെല്ലാം റെക്കോർഡ് ഇടാനുള്ളതാണ്. എപ്പോഴും ഓർത്തേക്കണം. അതിലയോ ഇതെൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധി അനുഭവിച്ച് തീർക്കാനുള്ളതല്ല. ഇതൊക്കെ ദൈവത്തിരുസന്നിധി ഇത് എപ്പോഴെങ്കിലും ഇടാൻ പറ്റത്തില്ല. അത് റെക്കോർഡ് ദൈവത്തിരുസന്നിധി സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇടാൻ വേണ്ടിയുള്ള സമയമാണ്. ഒന്ന് വായിച്ച് എന്തൊക്കെയാണ് വായിച്ചത്? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇതെല്ലാം നെഗറ്റീവാണ്. ആപത്ത്, വാള്, അല്ലേ, രോഗം,
പട്ടിണി, ക്ലേശം, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പം നീ ഇപ്പം നിൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ ഇട്ടച്ചും പോയി നീ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഒരു വാശിപ്പുറം പോയതാ, പിന്നെ വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിലെ ഇതാണ് റെക്കോർഡിങ് ടൈം. റെക്കോർഡ് ടൈം ഇതാണ്. എന്ന് വെച്ചാൽ നീ ഇപ്പം എന്താ, അവൾ വന്നില്ലല്ലോ, ചേൻ വിളിച്ചില്ലല്ലോ, വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ പിന്നെ ആണ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ പിന്നെയും പട്ടിയെപ്പോലെ അവിടെ ജീവിക്കേണ്ടി വരികയില്ലേ, അത് കഷ്ടമല്ലേ, അമ്മായിയമ്മ എൻ്റെ വായിട്ട് കുത്തത്തില്ലേ, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മോങ്ങി നിലവിളിച്ച് നടക്കും. എന്നിട്ട് അവർ വിളിക്കട്ടെ, ചേൻ വരണ്ട, വന്ന് വരണ്ട, എല്ലാ പെൺപിള്ളേരും പറയണത് ചേൻ വന്ന് വരട്ടെ, ഇച്ചേൻ വന്ന് വരട്ടെന്നാണ്. അപ്പോഴും കർത്താവ് വരണമെന്ന് പറയത്തില്ല. കർത്താവ് വന്നാൽ എന്ത്, ചേനല്ലേ കർത്താവായിരിക്കണത്. ഈ അറിയാത്ത വിഗ്രഹങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ പ്രാർത്ഥന വന്നിരിക്കുന്ന കള്ളപ്രാർത്ഥനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ ഏതോ വിഷയം കർത്താവായിട്ട് മാറും. അത് എപ്പോഴും ഓർത്ത്, ഇപ്പം നിങ്ങളിപ്പോൾ 6 മാസം നിങ്ങളെ പിരിഞ്ഞ് നിൽക്കണ ജീവിത പങ്കാളി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മകൻ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ. മകൻ വിളിക്കണില്ല, എൻ്റെ അച്ഛ അവൻ വിളിക്കണില്ല, അച്ഛ അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്ത്, ഇപ്പോൾ വെച്ചാൽ മാതാവായാലും കർത്താവായാലും ഇപ്പം ഇവരെ കാണുമ്പോൾ ഓടിക്കളഞ്ഞ് മിക്കവാറും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാതാവ് മകളാണ്. അതാണ് വിഷയം. ഇവരെ കാണുമ്പോൾ ഇവർ കൃപാസനത്തിൽ ഫോട്ടോയും കൊണ്ട് കയറുമ്പോൾ തന്നെ കൃപാസനത്തിലുള്ള മാതാവ് അപ്പം തന്നെ തുണിയെടുത്ത് മുഖത്തിടും. എന്താ കാര്യം, ഇവർക്ക് ആരാണ് മാതാവ്? മകളാണ് മാതാവ്. അവളെ വിളിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല ഈ പിശാച്. അതാ വിഷയം. അവൻ വിളിക്കണില്ലെന്ന് ഈ സാധനം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവളുടെ ദൈവം ആരാണ്? ആ വിളിക്കാത്ത ഭർത്താവോ ഭാര്യയോ ആരാണ്? ഈ സാധനം ഉള്ളതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് റെക്കോർഡ് ഇടുന്ന ടൈമാണിത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. ലോകാരൂപി ഒന്നും പറഞ്ഞ്, ലോകാരൂപിയിലാണെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല നമുക്ക്. പരിശുദ്ധാരൂപി ഉണ്ടെങ്കിൽ പറയും, എൻ്റെ ദൈവത്തിലെ 6 മാസമല്ലേ, ഇനി ഒരു 6 കൊല്ലം കഴിയട്ടെന്ന് വിചാരിച്ചോ, നീ നിൻ്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. നിന്നെ കല്യാണം കഴിച്ചിരിക്കണ കർത്താവാണ്, അല്ല ഇന്നലെ നീ കണ്ടുമുട്ടിയ നിൻ്റെ 20ാമത്തെ വയസ്സ് കണ്ടുമുട്ടിയ ആളല്ല. നിന്നെ ജനിക്കണ മുമ്പ് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന്. കണ്ടാ, അത് പറയണതാണ് ആര് പറയും? പരിശുദ്ധാത്മാവേ പറയത്തുള്ളൂ. എൻ്റെ ദൈവപൈതലെ, നിങ്ങൾ നേടാത്ത ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങളെ കർത്താവിനെ നിങ്ങൾ കർത്താവാകാത്തത് കൊണ്ടാണ്. യേശു കർത്താവാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കർത്താവിൻ്റെ പോലും കാലെ പിടിക്കണത് എന്തിനാണ്? നിങ്ങളുടെ ദൈവമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നടത്തിലെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കർത്താവിൻ്റെ കാലെ പിടിച്ച് നടക്കണം. അത് ദൈവത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളവരാണെങ്കിൽ കർത്താവ് വിളിക്കണം വിവേകമതി എന്ന് വിളിക്കണം. വിവേകമതികളെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ മണവാളൻ വരുമ്പോഴും എണ്ണ സൂക്ഷിച്ചിരിക്കണം. കർത്താവ് കന്യകമാരെ വിളിച്ച് പറയണ വിവേകമതികളെന്നാണ് പറയണത്. കന്യകമാർ 2 പേരുണ്ടാവും. വിവേകരഹിതകളും ഉണ്ടാവും, വിവേകമതികളും ഉണ്ടാവും. വിവേകമതികളെന്ന് പറയണത്, വിവേകരഹിതകളെന്ന് പറയണത് മണവാളൻ വരാൻ വൈകും എന്നോർത്തിട്ട് എന്ത് പറ്റും? എണ്ണ എടുക്കാതെ അവിടെ കിടന്ന് ഉറങ്ങും. മണവാളം വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അവർ ആവശ്യമില്ലാത്ത സമയത്ത് കത്തിച്ചിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആവശ്യമില്ലാത്ത സമയത്ത് എണ്ണ കത്തിച്ച് കളഞ്ഞിട്ടാണ് മണവാളം വന്നപ്പോൾ എണ്ണയില്ലാതെ വന്നത്. ഈ മണവാളം വരാൻ താമസിക്കണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം, ഈ യഥാർത്ഥത്തിൽ മണവാളനെ വരവേൽക്കാൻ ഒരുങ്ങാത്ത ആൾക്കാരുള്ളത് കൊണ്ടാണ് മണവാളൻ വരാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുങ്ങി നിന്നവർ അവൻ്റെ കൂടെ മണവരെ പ്രവേശിച്ചെന്ന് പറയണത്. അത് ആ വാക്ക് തന്നെയാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഈ തെളിച്ച ദീപം എന്തിൻ്റെതാണ്? വിശ്വാസത്തിൻ്റെ ദീപമാണ് തെളിച്ചിരിക്കണത്. പലപ്പോഴും ദൈവം നോക്കണത് എണ്ണ വറ്റിക്കാനേ നോക്കത്തുള്ളൂ. എന്താണ് ദൈവത്തിൻ്റെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രോഡ് പാർട്ടിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോലി, വീട്, വിവാഹം, പിള്ളേർ, ഇതിനു വേണ്ടി മാത്രം ദൈവത്തിൻ്റെ കാലെ പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം മാറ്റും. എപ്പോഴും കാര്യം അവിടെ എണ്ണ പറ്റിപ്പോവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, മണവാളം വരാൻ വൈകും. അപ്പം എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കും. അപ്പം മനുഷ്യപുത്രൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
പക്ഷെ വരുമ്പോൾ വന്നതും വരാത്തതും ഒരുപോലെയാകും. എന്താ കാര്യം? നിൻ്റെ എണ്ണ കത്തിപ്പോയി. നിനക്ക് ജോലി കിട്ടി, നീ കല്യാണം കഴിച്ചു, നിനക്ക് പിള്ളേരുണ്ടായി, പക്ഷേ എണ്ണ പറ്റിപ്പോയി. എന്താ കാര്യം? അത് ആണൊരു ട്രാജഡി. മനുഷ്യൻ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാജഡി അതാണ്. എന്താ കാര്യം? ദൈവം നീ ചോദിച്ചതെല്ലാം നിനക്ക് തരും, പക്ഷെ വരുമ്പോൾ നിൻ്റെ കയ്യിൽ വിശ്വാസം ഉണ്ടാകുമോ? കാര്യം എന്താ? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം നീ അന്ന് പറയണത് ഉടമ്പടി എടുക്കാത്ത ജിത്തുവിന് ജോലി കിട്ടി, ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത എൻ്റെ കൂട്ടുകാരത്തിൽ ജോലി കിട്ടി, അതുപോലെ ഇപ്പം എനിക്ക് കിട്ടിയെന്ന് പറയും. വിശ്വാസം പോയില്ലേ? വിശ്വാസം പോയില്ലേ? ഇതൊന്ന് ദൈവമായിട്ട് ഇങ്ങനെ സത്യസന്ധമായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു നിലനിൽപ്പിൻ്റെ വരവെന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസം സംരക്ഷിക്കാൻ ഏതെങ്കിലും ക്ലേശങ്ങളിലൂടെയാണ് പോണതെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ ഈ വിഷയം നിറവേറുന്നൊരു സമയമുണ്ടാകും, എൻ്റെ കല്യാണം നടക്കുന്നൊരു സമയമുണ്ടാകും, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു സമയമുണ്ടാകും, എനിക്ക് ജോലി കിട്ടുന്നൊരു സമയമുണ്ടാകും. അപ്പോഴേ ഇന്ന് കാണുന്ന വിശ്വാസം അന്ന് ഉണ്ടാകുമോ? അതാണ് ഒരു വിഷയം. ചിലപ്പോൾ ഉണ്ടാകത്തില്ല. നീ അത് കോമൺ ആയിട്ട് എടുക്കും. ഇത് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഉടമ്പടി എടുക്കാത്തവരും വിശുദ്ധ ജീവിതം ഇല്ലാത്തവരുമൊക്കെ ഭൗതിക ആനുകൂല്യം നേടുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഭൗതിക ആനുകൂല്യം നേടാത്തതായിട്ട് നമുക്കുണ്ടാകുന്ന നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് വിശ്വാസം നിലനിർത്താൻ നിനക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. മനസ്സിലായില്ലേ? അത് മറ്റുള്ളവർ നേടിയോ നേടാതിരിക്കുകയോ ഒന്നും അല്ല പ്രശ്നം. മറിച്ച് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഞെരുക്കങ്ങളിൽ അതിജീവിത വിശ്വാസം, അതായത് അഗ്നിശോധന അതിജീവിക്കുന്ന വിശ്വാസം നീ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ ആർജിത വിശ്വാസമാണ് നിനക്ക് ആർജിത കൃപയ്ക്ക് സഹായമാകണത്. ഇപ്പം ചില കാര്യങ്ങൾക്ക് ആർജിത കൃപ വേണം. ആർജിത കൃപ വേണമെങ്കിൽ ആർജിത വിശ്വാസം വേണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ആർജിത കൃപ, സാധാരണ കൃപയേക്കാൾ എക്സ്ട്രാ ആയിട്ടുള്ള. ഇപ്പം ഇത് മൂലം അപ്പം കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്നാ ചോദിക്കണേ? ശ്രുതികടെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 ഇപ്പം ഈ വചനങ്ങൾ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഇത് കഠിനമാണെന്ന് പറയുമ്പോൾ ഈശോ പറയും ഇതിനുള്ള വരം ലഭിച്ചവർക്കല്ലാതെ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വരം ലഭിക്കുന്നത് അന്നാണ് ഈ ആർജിത വിശ്വാസം എന്ന് പറയുന്നത്. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൽ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? കഠിനകാലം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചില കഠിനകാലത്തിലാണ്. ഈ കഠിനകാലമാണ് റെക്കോർഡ് ടൈം എന്ന് പറയണത്. അവിടെ ശ്രദ്ധിക്കണം. അതായത് കഠിനകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നിറവേറാം, പക്ഷെ നിറവേറണമില്ല.
കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സാക്ഷിയുടെ ഒരാളെന്ന് വെച്ചാൽ അനിലയുടെ സാക്ഷി എന്ന് വെച്ചാൽ അനില ജർമ്മനി പോകാൻ വേണ്ടി കുറേ ആൾക്കാർക്ക് ഏജൻസിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിലാണ്. എന്നിട്ട് ജർമ്മനി പോകാൻ വേണ്ടി ഫയൽ പ്രോസസ്സിങ്ങിന് കൊടുത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് മൂന്ന് പേർക്ക് കൊടുത്ത്. ആദ്യം കൊടുത്ത് അത് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് പേരെ ഏജൻസിക്ക് കൊടുത്ത്. അവർ പറഞ്ഞ് ഞങ്ങളിത് ആദ്യമാണ്, നോക്കാം. അതും ഫ്ലോപ്പായിപ്പോയി. മൂന്നാമത്തത് പറയും ഈ തെറാപ്പിസ്റ്റിനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞെന്ന് അവസാന കൈക്ക് പറയും. അങ്ങനെ ഈ ഉടമ്പടി എടുത്ത് 1 കൊല്ലമായി. പക്ഷേ 3 ഏജൻസികളും ഫ്ലോപ്പായിപ്പോയി. മനസ്സിലായില്ല? ഇതാണ് കഠിനകാലം എന്ന് പറയുന്നത്. ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞില്ലേ? കഠിനകാലത്ത് ചില ആൾക്കാർ വിചാരിക്കും 3 ഫ്ലോപ്പായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തോന്നുമ്പോൾ ചെല്ലാം, രോഗികളെ പോയി കാണണമെന്നില്ല, വല്ലതും കണ്ണേക്കൊള്ളാം. അപ്പം പിന്നെ നമ്മൾ ഉഴപ്പും. കഠിനകാലം എന്താണ്? അതായത് സ്റ്റാൻഡേർഡ് ഉഴപ്പുകാർക്കാണ് കഠിനകാലം കൂടുന്നത്. എപ്പോഴും ഓർത്തേക്കണം. കാര്യം അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം അനുഗ്രഹം അടിച്ചു മാറ്റി തല തുണിയിട്ട് മുങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാക്ഷ്യം പോലും പറയത്തില്ല. അത് ദൈവത്തെ അറിയാം, ഫ്രോഡാണെന്ന് അറിയാൻ ദൈവത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ടുകൊണ്ട് ദൈവത്തെ അത് ഈ പറഞ്ഞ വ്യക്തി ഫ്രോഡാണെന്നല്ല എൻ്റെ അർത്ഥം. പല ആൾക്കാർക്ക് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നോക്കി ഇവരുടെ അവസ്ഥ തന്നെ നോക്കിയാണ്. ഇവർ ഫ്രോഡൊന്നുമല്ല, പക്ഷേ ഇവർക്ക് ഒരു പണിയുണ്ട്. കാര്യത്തിൽ കഴിഞ്ഞാൽ ഇവിടെ ഇന്നൊരു മിസ്റ്റേക്കുണ്ട്. ഇവർ 1 കൊല്ലമായിട്ട് 3 ഏജൻസിനെ മാറ്റി കാശ് കൊടുക്കുന്നു, ഫയൽ കൊടുക്കുന്നു. ഈ 3 കൊല്ലമായിട്ട് 3ഉം ഫ്ലോപ്പായിപ്പോയി. ഉടമ്പടി 1 കൊല്ലവും ആകുകയും ചെയ്തു, 1-2 പുതുക്കുകയും ചെയ്തു. ഒരു മാറ്റവും ഇല്ല ജീവിതത്തിൽ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ബോധം വന്ന്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വന്ന ബോധം ഇതാണ്. ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടിവൾ. അപ്പോൾ ഈ 1 കൊല്ലം മുഴുവൻ സാക്ഷ്യമൊന്നും കേട്ടിട്ടില്ല ആൾ. അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടിട്ടില്ല. വന്ന് ഉടമ്പടി എടുത്ത് പോയെന്നേ ഉള്ളൂ. ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ സാക്ഷ്യങ്ങൾ, അതിലൂടെയാണ് നമ്മൾ പരുവപ്പെട്ട് വരണത്. ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അവർ 10 രൂപ കൊടുക്കത്തില്ല, ചിലപ്പോൾ കൊടുക്കും, കുറച്ച് അവിടെ ഇരിക്കും, അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് 1 കൊല്ലം മുഴുവനും റിജക്ഷനാണ് വരുന്നത്. റിജക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവളുടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ പ്രാർത്ഥന ഉള്ള കാരണം ഇവർക്കൊരു പ്രേയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ വീണ് പോണില്ല. അപ്പോൾ ഇവർക്ക് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം ഇവരൊരു സാക്ഷ്യം കേൾപ്പിച്ചു. സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവൾ ഉടമ്പടിയിലല്ലെന്നുള്ള മനസ്സിലായത്. സാക്ഷ്യമാണല്ലോ എൻ്റെ മെയിൻ സംഭവം. സാക്ഷ്യം എടുത്തവർ ഉടമ്പടിയിൽ എങ്ങനെയാണ് ജീവിച്ച് അത് ക്രാക്ക് ചെയ്തതെന്നാണ് നമ്മൾ സാക്ഷ്യം പറയണത്. പക്ഷേ ഇവർ സാക്ഷ്യം വായിക്കത്തില്ല, സാക്ഷ്യം കേൾക്കത്തില്ല. അത് കാരണം ഇവർക്ക് പുരോഗതിയില്ല ഉടമ്പടിയിൽ. ഉടമ്പടി കൊണ്ടുവന്ന് എന്തൊക്കെ എഴുതിയിട്ട് ഡംപ് ചെയ്ത് ഇനി അച്ചപ്പെട്ടി കൊണ്ടുവന്ന് എഴുതിയിട്ടും പോകും. അങ്ങോട്ട് കിടന്ന് നോക്കും. ഇവിടെ വന്ന് ഇപ്പം ഞാനിപ്പോൾ ആളെ വെക്കാൻ പോവുകയാണ് ഫോട്ടോനെ പിടിക്കാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഈ ആൾക്കാരെ കയറി ഉടമ്പടി ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതിനൊന്നും ഇവർ തയ്യാറല്ല. അതായത് കൈ നനയാതെ മീൻ പിടിക്കണം. അങ്ങനെയുള്ള പക്ക ഫ്രോഡുണ്ട്. ആരെങ്കിലും ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നേർച്ചപ്പെട്ടിയുടെ അകത്ത് കൊണ്ടുവന്ന് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടമ്പടി ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും അത് ഉടമ്പടി ചെയ്ത ജനതയോടും വിശ്വാസത്തോടും സ്ഥാപനത്തോടും ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ പദ്ധതിയോടുമുള്ള പച്ചയായ വെല്ലുവിളിയായതുകൊണ്ട് മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തതാണ്. എപ്പോഴും ഓർത്തേക്കണം. നീ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുന്നതാണ്. കാര്യം മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തു. അത് ഈസിയായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി, കൈ നനയാൻ മീൻ പിടിക്കാൻ വേണ്ടി മറ്റുള്ള ദുർമാതൃക കൊടുത്തു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറായില്ല. പിശാചിൻ്റെ ഉപകരണമായിട്ടാണ് നീ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടി കെട്ടിത്താത്തിയിരിക്കണം. നിൻ്റെ നിയോഗം നീ ഇതോടുകൂടി നിനക്ക് ഉള്ളത് കൂടി ഉള്ളവരിൽ നിന്ന് അവനുണ്ടെന്ന് കരുതന കൂടി എടുക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന.
മത്തായി 25:29. മത്തായി 25:29. ഉള്ളവന് നൽകപ്പെടും, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വെറുതെ പറഞ്ഞതല്ല. ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, വെറുതെ വല്ലതൊക്കെ എഴുതിയിട്ടിട്ട് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് കെട്ടിത്താത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്താ കർത്താവിൻ്റെ വചനം പറയണത്? അവർക്ക് ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഉള്ളതുകൂടി ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഒരിക്കൽ നിങ്ങൾ ചെയ്യരുതത്. ഇത് പിന്നെ ആർക്കാ ചെയ്യാൻ പാലാത്തത്? ഇതെന്ന് പറയുമ്പോൾ ഇത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഈ കാലങ്ങളിൽ ദൈവം കൊടുത്തൊരു പദ്ധതിയാണ്. ജീവിച്ചാൽ മാത്രം പോലെ ദൈവത്തിന് ബോധ്യമാകണം. അതാണ് പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് ബോധ്യമാകണം. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വെല്ലുവിളി എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിടണമെന്നല്ല പ്രശ്നം. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ബോധ്യമാകാതെ കഴിഞ്ഞാൽ തീർന്ന വിഷയം. കണ്ട, വളഞ്ഞ് നെട്ടലിലൊക്കെ നേരെ വന്നെ കണ്ടില്ലേ? സെക്കൻഡുകൾക്കുള്ള നേരെ വന്നത്. നമ്മൾ സത്യസന്ധരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ റെക്കോർഡ് ഇടേണ്ട ടൈമിൽ ക്ലേശങ്ങൾ വർദ്ധിക്കേണ്ട ഒരു സമയം റെക്കോർഡ് ചെയ്യണം. അവിടെ നീ ഒരു റെക്കോർഡ് ഇട്ടാൽ നിൻ്റെ 90-ാം വയസ്സിലും ഈ റെക്കോർഡായിരിക്കും കൈകാര്യം ചെയ്യണത്. അതാണ് വിഷയം. ഈ റെക്കോർഡായിരിക്കും കൈകാര്യം ചെയ്യണത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ദൈവതിരുസന്നിധിയിലെ മോശം കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ നല്ല റെക്കോർഡ്. അങ്ങനെ റെക്കോർഡ് ഇട്ടാൽ ദൈവം അത് ഓർത്തിരിക്കും. എന്തോർത്തിരിക്കും? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹമെന്ന് പറഞ്ഞ സാധനം, നിൻ്റെ പഴയ സ്നേഹം ദൈവം റെക്കോർഡാണത്, ഓർത്തിരിക്കുകയാണ്. ഇപ്പോഴില്ലെങ്കിൽ അത് പറയും, ഇപ്പോഴത്രയും ഇല്ലെന്ന് പറയും. അതിൻ്റെ കാര്യം എന്താണ്? റെക്കോർഡ് ദൈവം സൂക്ഷിക്കുന്നു എന്നാണ്. അത് നിത്യത വരെ ഈ റെക്കോർഡ് സൂക്ഷിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും കാലത്ത് നിനക്ക് ക്ലേശങ്ങളുടെ കാലം, ഇപ്പോൾ ഈ ജോമോളിലെ കർത്താവ് ഇപ്പോൾ സമർപ്പിത നിത്യകന്യകയായിട്ട് ദൈവം ഉയർത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു എൻ്റെ സെർമണി ബിഷപ്പ് ഹൗസിൽ നടന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇവരെക്കുറിച്ച് ഓർക്കണമെന്ന് ഞാൻ ഒരിക്കൽ ഇവരുടെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ജോമോളിനെ കർത്താവിനെ ഏൽപ്പിക്കുകയാണോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതേ അച്ഛാ, അവൾ കർത്താവിനുള്ളതാണെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ചോദിച്ചു വെച്ചാൽ ഇവർക്ക് 3 കൊല്ലമോ മറ്റേ ആമവാദമായിരുന്നു. ആമവാദം. അപ്പോൾ ഈ തല തൊട്ട് ഈ തലമുടി തൊട്ട് നഖം വരെ ഇങ്ങനെ മരവിച്ചിരിക്കും. കിടന്നാൽ തിരിയാൻ പറ്റത്തില്ല. സർവ അസ്ഥികളും പേശികളും ഇങ്ങനെ വേദനിക്കും. പക്ഷേ ഇവർ പുറത്ത് പറയത്തില്ല. ഇവർ കിടക്കുമ്പോൾ തന്നെ ഈ തിരിയണമെങ്കിൽ കുറേ സമയമെടുക്കും. ഞരങ്ങി മൂളി വേദനിച്ചാണ് തിരിയണത്. ഈ തിരിയുമ്പോൾ ഇവിടെ കൈ കൊന്ത ഉണ്ടാകും. അതാണ് വിഷയം. ഈ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുമ്പോഴും ആരെങ്കിലും തിരിച്ചിടാൻ ഉണ്ടാകത്തില്ല. വീട്ടിലല്ല, അവരിവിടെ ഒരു സ്ഥലത്ത് താമസിക്കുമായിരുന്നു അന്ന്. ഇവിടെ കൃപാസനത്തിൽ താമസിക്കുന്ന മുമ്പ് ഇവിടെ ജോലി ചെയ്യും, രാത്രി അവിടെ പോയി താമസിക്കും. അപ്പോൾ അവരെ തിരിച്ചിടാൻ പോലും ആരുമില്ല. പക്ഷെ ആ സമയത്ത് ഒരു കൊന്ത കയ്യിൽ നിന്ന് കളയത്തില്ല. വെറുതെ കൊന്തയെ പിടിച്ചിരിക്കുകയല്ല, അതിനുള്ളിൽ അവർ 1000 മണി ജപമാലയൊക്കെ ചെല്ലും. 1000 മണി ജപമാലയൊക്കെ ചെല്ലും. ഈ ആമവാദം വെച്ചുകൊണ്ട് 1000 മണി ചൊല്ലിപ്പിടിക്കും. ഇത് റെക്കോർഡ് ടൈമാണത്. അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് റെക്കോർഡ് ഇട്ടിരിക്കുന്നതാണ്. ഇനി ജോമോളിന് ഉണ്ടെങ്കിൽ ഒരു സമയമുണ്ടെങ്കിൽ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നില്ല. അത് റെക്കോർഡ് ഇട്ടിരിക്കുന്ന ടൈമാണ്. റെക്കോർഡ് ടൈമെന്ന് പറയും. ആ റെക്കോർഡ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് ശരീരത്തിൻ്റെ കലപ്പ ഒടിച്ചതാണെന്ന് മനസ്സിലായി. ദൈവവിളിയുടെ ഒരു സംഭവമാണ് കലപ്പ ഒടിച്ച് കളയും. എലീഷാനെ വിളിച്ച സമയത്ത് ഏലിയയുടെ മേലങ്കി കൊണ്ടുവന്ന് എലീഷയുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത്, എലീഷ മേലങ്കി ശുശ്രൂഷയുടെ കാര്യമായതുകൊണ്ട് എലീഷയ്ക്ക് പെട്ടെന്ന് ഓടിത്തിരിഞ്ഞ് പറയും, പ്രഭു ഞാൻ വീട്ടിൽ നിന്ന് അപ്പനെ ചുംബിക്കട്ടെ എന്ന് ചോദിക്കും. അത് നിൻ്റെ കാര്യമെന്ന് പറയും. എന്നുവെച്ചാൽ ഞാൻ വീട്ടുകാരോട് ഗുഡ് ബൈ പറയട്ടെ എന്നാണ് ചോദിക്കണേ. ഗുഡ് ബൈ പറയട്ടെ, അവർക്ക് അന്ത്യചുംബനം കൊടുത്തിട്ട് ഗുഡ് ബൈ പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് നിൻ്റെ കാര്യമെന്ന് പറയും. അപ്പോൾ ഉടനെ ഇയാൾ തിരിച്ച് വന്നിട്ട് കലപ്പ ഉഴുതുകൊണ്ട് നിൽക്കരുന്നു ഇയാൾ. അയാളുടെ ജീവിതമാർഗ്ഗം അതായിരുന്നു. ആ കലപ്പ എടുത്ത് പശുവിനിട്ട് കാളയത്തിട്ട് തലക്കെട്ട് തല്ലും. തലേനെ കൊന്നു കളഞ്ഞിട്ട് ആ കലപ്പ കത്തിക്കും. ആ തീയിൽ കാളയെ ചുട്ടിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും. അതാണ് എലീഷയുടെ ദൈവവിളി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവവിളിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ ജീവിതത്തിലും ഇതുപോലെ കലപ്പ കത്തിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള കാരണം ഈ കലപ്പ കത്തിച്ചേക്ക് മനസ്സിലായി
അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഇവിടെ രോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു, ദൈവവിളിയെക്കുറിച്ച്. കാര്യം വീട്ടുകാരുടെ കൺസെൻറ്റ് വേണ്ടേ. അപ്പോൾ അപ്പോൾ ഞാനിവിടെ ട്രെയിനർ എന്ന രീതിയിൽ ഞാൻ കൺഫേംഡായി ഞാൻ ശരിക്കും. നിങ്ങൾ ഓർത്തേക്കണം, നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടനെ അത് നേഴ്സാകുക, അല്ലെങ്കിൽ നീ നിൽക്കുക, ഡിഗ്രി കഴിയട്ടെന്ന് പറയും. ചില കള്ള വഞ്ചകരായ മാതാപിതാക്കന്മാർ ദൈവവിളിയെ കൊല്ലണത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ പറയും നീ കൊച്ചാണ്, നീ ഡിഗ്രി കഴിയട്ടെന്ന് പറയും. ഡിഗ്രി കഴിയുമ്പോൾ വീട്ടുകാർക്ക് അറിയാം ഇവിടെ പോകത്തില്ലെന്ന്. തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അത് ദൈവത്തോട് കാണിച്ച തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളെ ഓർത്തുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് ഇനി നിത്യത വരെ ദുഃഖിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവം വിളിച്ചിട്ട് നിങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞാൻ ഇടവേ ചെന്നപ്പോൾ ഒരു വല്യമ്മ വന്ന് എന്നെ പരിചയപ്പെട്ട്. അപ്പോൾ വല്യമ്മയുടെ കൂടെ നിൽക്കണ വിൻസെൻ്റ് പിള്ളകാരും സോഡാറ്റിക്കാരും പറഞ്ഞ് ഈ വല്യമ്മക്ക് 10 മക്കളുണ്ടായിരുന്നെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും കർത്താവിന് കൊടുത്താ? ഇല്ല, ആരെയും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു പട്ടി പ്രസവിച്ച പോലെ ആയല്ല. തീർന്നില്ല പരിപാടി. അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കണത്. അമ്മയല്ലേ അതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുക്കിയും അപ്പൻ്റെ സപ്പോർട്ട് വാങ്ങിച്ചും കർത്താവ്. നിങ്ങൾക്ക് തോന്നണുണ്ടോ ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണെന്ന്? അച്ഛനും കന്യാസ്ത്രീയൊക്കെ വായിക്കണ ആൾക്കാർക്ക് തോന്നി വായിക്കണത്. അത് വലുതാക്കാതെ എന്ത് പറയും? ഞങ്ങളൊക്കെ എന്ത് മതം കേട്ടിരിക്കണത്, ഞാൻ ഇന്നും കേട്ടോണ്ടിരിക്കുകയല്ലേ. എന്താ കാര്യം? അതൊക്കെ നമ്മുടെ നമ്മുടെ എക്സ്പെൻഡിച്ചറാണ്. ഈ വിളി സ്വീകരിച്ചതിന് നമ്മുടെയൊക്കെ ഒന്ന് വാങ്ങിച്ച വിലകളാണത്. വഞ്ചകനാണ്, തട്ടിപ്പാണെന്നൊക്കെ പറയത്തില്ല ആൾക്കാർ. അപ്പോഴെന്താ, നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ടു പേ ഇറ്റ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷെ ഒന്നും ലളിതമല്ലെന്ന് പറഞ്ഞു. ഇല്ലേ, പറഞ്ഞില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? ഈ നീതി പൈതൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അത് ചിലപ്പോൾ ക്യാഷായിട്ട് വരും, സഹനമായിട്ട് വരും, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ ബ്രാൻഡഡായിട്ട് വരും. അങ്ങനെയുള്ളൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ കൊടുക്കണം. അതാണ് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റെന്നല്ലേ പറയണത്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം, നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിൻ്റെതാണത്. ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിൻ്റെതാണ്. ചില അപ്പനും അമ്മയും കൊടുക്കും. ഇപ്പോൾ പരിപാടി ഉണ്ടായത് വെച്ചാൽ എന്തിനാണ്? മക്കളെ യൂറോപ്പിൽ വിടാൻ വേണ്ടിയാണ്. എന്നാൽ പിന്നെ ആഫ്രിക്ക വിടാൻ പാടില്ല. ചിലർ ദൈവം വിളിക്കാൻ വേണ്ടി ഞാൻ ദൈവത്താന്നാണ് ദൈവത്തിന് കൊടുത്ത്. എന്താണ്? അവനെ കൊണ്ട് പാസ്പോർട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? അവനെ ചാടിച്ച് യൂറോപ്പിൽ വിടണം. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബം നന്നാക്കണം. അതും ദൈവവിളിയൊന്നുമല്ല. ദൈവത്തിന് കൊടുക്കുന്നത് മിഷനറി ഒന്നും പ്രതീക്ഷിക്കരുത്. അത് ദൈവത്തിന് കൊടുക്കണതാണ്. അല്ല ഇടയ്ക്കിടയ്ക്ക് മകനെ വീട്ടിൽ വിളിച്ച് വരുത്തി, മകളെ വീട്ടിൽ വിളിച്ച് വരുത്തി സൽക്കരിച്ച് മകൻ വണ്ടി എടുത്ത് വീട്ടിൽ പോയി ഈ കളിയും കച്ചവടം കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകും. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയണത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിലാണ് ഈ കൃപകളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ സൗജന്യ ദാനമാണെന്നൊക്കെ പറയണതേ ഉള്ളൂ. പേയ്മെൻറ്റ് നടത്തണം. അതിന് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞെങ്കിലും നിങ്ങളോട് ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അത്. അല്ലെങ്കിൽ പറയും എടീ ഇതിനൊക്കെ പ്രാന്താണ്, ഈ കാലത്ത് വല്ലൊരു രീതിയിൽ പണിക്ക് പോവുക, അവർ നിനക്ക് കിണറ്റ് മുന്തിയിടുമെന്ന്. ആര്? മനോരോഗികളൊക്കെ പോയി കിണറ്റ് ചടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മടക്കാരെന്ത് ചെയ്യണം? കിണറ്റ് അതായത് അതിന് മടങ്ങാരെന്ത് ചെയ്യണം? അതെല്ലാം നമ്മുടെ ശുശ്രൂഷകളോട് എതിർപ്പുള്ളവരെ നമ്മളെ കരുതേക്കാൻ വേണ്ടി അതെല്ലാം നമുക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഇവിടെ ദൈവവിളി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ വേല, ദൈവമായിട്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൽ വേണ്ടി ജീവിക്കുന്നവരെ അവരെന്നും കാലത്ത് ഉണ്ടാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കർത്താവിൻ്റെ ഒരു വിളി തോന്നിയാൽ നിങ്ങൾ എന്നോട് പറയണം, അച്ഛാ എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തോന്നുമെന്ന് പറയണം. അപ്പം നിങ്ങൾ ജെനുവിനാണെങ്കിൽ ആ 3 കൊല്ലം എൻ്റെ കൂടെ നിർത്തി നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കും. നിങ്ങൾ ജെനുവിനാണ് നിങ്ങൾക്ക് തോന്നിയ പ്രാർത്ഥനാ ജീവിതം സത്യസന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദൈവവിളി തോന്നണം, കൃപാസനത്തിൽ തോന്നണമെന്നുണ്ടെങ്കിൽ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള മിഷനായിട്ടാണ് തോന്നേണ്ടത്. ഇപ്പോൾ ജോമോള അതിനാണ് ഈ ശുശ്രൂഷ സ്വീകരിച്ചിരിക്കുന്നത്.
അത് എത്രയോ 10-12 കൊല്ലം ഇവിടെ ജീവിച്ചില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മക്കളെ ദൈവവിളി, ഇപ്പം ഞാൻ അമ്മയെ നേരെ കണ്ട ഒരാളാണ്. എന്താണ് ദൈവവിളിക്ക് കുറവ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവാനുഭവം ഉള്ളവരുടെ കുറവാണ് ദൈവവിളിക്ക് കുറവ് വന്നതിൻ്റെ കാരണം. വേറെ ഒന്നുമല്ല. കാര്യം ദൈവവിളിക്ക് ഒപ്പം തരാൻ ലോകത്തിൻ്റെ ഒന്നുമില്ല. ഒരു ദൈവവിളിക്കൊപ്പം തരാൻ ലോകത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനി 16 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും ഒരു കഥയുമില്ല. ദൈവവിളി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഈശോ പറയണത്, ഞാൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകും. പല മാതാപിതാക്കന്മാരും കുടുംബങ്ങളും നിലനിൽക്കുന്നതും. എൻ്റെ കുടുംബം 120 കൊല്ലം മുമ്പ് ചേട്ടൻ അനിയനെ വെടിവെച്ച് വന്ന കുടുംബമാണ് എൻ്റെത്. എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടത്. ചേട്ടന് അനിയനെ വെടിവെച്ച് വന്നു. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് കുഞ്ഞുനാളെ പറയും, മകനെ ഇതാണ് നമ്മുടെ കുടുംബം, എന്തെങ്കിലും നിൻ്റെ കയ്യിൽ കാശായിരിക്കണ കാലത്ത് നമ്മുടെ കുടുംബത്തോട് കർത്താവ് പൊറുക്കുമെന്ന് പറയും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കയ്യിൽ കാശ വരാൻ വേണ്ടിയാണ്. എനിക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും കർത്താവിന് കൊടുക്കണ പോലെയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട പോലെയോ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് കർത്താവിനെ നേടിയെന്നാണ് തോന്നിയത്. അത് തോന്നിയത് മാത്രമല്ല, അത് പിന്നീടുണ്ടായിരുന്ന മുഴുവൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ഈശോയോട് പറയുവേ, 10ാം ക്ലാസ്സിൽ പെട്ടി എടുത്തിറങ്ങിയപ്പോഴേ നീ ഇത്രയും വലിയ സംഭവമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കറിയാഞ്ഞ കാലത്ത് നീ എന്നെ വിളിച്ചതിന് നന്ദി പറയണമെന്ന് പറയും. അറിവുണ്ട്, എനിക്കറിയാഞ്ഞ കാലത്ത് നീ എന്നെ വിളിച്ചില്ലേ, അതിന് ഞാൻ നന്ദി പറയണത്. അതിനാണ് എൻ്റെ ഏറ്റവും വലിയ നന്ദി എന്ന് പറയണത്. നമുക്കറിയാഞ്ഞ കാലത്ത് നമ്മളെ വിളിച്ചു. ഇവിടെ വന്ന് അവൻ്റെ കൂടെ കൂടിയപ്പോഴല്ലേ മനസ്സിലായത് അവൻ ആരാണെന്ന്. അവനെക്കുറിച്ച് പഠിക്കാനൊത്ത്, അവനെക്കുറിച്ച് ചിന്തിക്കാനൊത്ത്, അവനെക്കുറിച്ച് ധ്യാനിക്കാനൊത്ത്, അവൻ്റെ കൂടെ ജീവിക്കാനൊത്ത് എന്തൊരു സംഭവമാണ്. ഈ ജീവിതം അങ്ങ് നിത്യത വരെയല്ലേ പോണത്. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനില സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഉടമ്പടിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തുമാത്രം തെറ്റാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഉടമ്പടി അവളുടെ ജീവിതം ചെയ്ത തെറ്റുകളെല്ലാം, ഉടമ്പടിയുടെ ക്രമങ്ങൾ എല്ലാം ശരിയാക്കി. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്, നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു കൊല്ലമേ B2 പരീക്ഷയ്ക്ക് 1 കൊല്ലം മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. അവൾക്ക് ജോലി കിട്ടാതെ ശരിക്കും പറഞ്ഞാൽ B2 2ാം കൊല്ലമായി, 2 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അവൾ വിചാരിച്ച് അവളുടെ മെറിറ്റ് പോയി. അപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് B2 എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, പക്ഷേ എൻ്റെ മെറിറ്റ് എനിക്കില്ല, അറിയാം, നിൻ്റെ ഗ്രേസിലാണ് ഞാൻ ആശ്രയിക്കണത്. 1 കൊല്ലം കഴിഞ്ഞവർക്ക് പോലും അവർ വിസ കൊടുക്കണില്ല. അതുകൊണ്ട് ഞാനിത് നിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന. അപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്, മാതാവിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മയാണ് എനിക്കിത് ഈ B2 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടും നീ ഇതെനിക്ക് തരികയാണെങ്കിൽ നീയാണ് തന്നതെന്നറിയാൻ നിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വിസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത അമ്മ, ഈ B2-ൻ്റെ 2 കൊല്ലം കഴിഞ്ഞിട്ടും ആ ബർത്ത്ഡേക്ക് അവൾ പറഞ്ഞ ഡേറ്റിന് അവൾക്ക് വിസ കൊടുത്തത്. ഇതാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിലോട് അടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി മക്കളെ. ഞാൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളനുസരിച്ച് ജീവിതം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ തോന്നിയ നിങ്ങളുടെ ഡീമെറിറ്റുകളെ ഒന്നും ഒരു ഡീമെറിറ്റല്ല, ദൈവമാണ് മെറിറ്റ് തീരുമാനിക്കുന്നത് അവൻ്റെ ഗ്രേസ് കൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാരീരിക ദുരിതങ്ങൾ, ജീവിത ദുരിതങ്ങൾക്കുമെതിരെ ദൈവിക ശാസന പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ അഭിഷേക സമയത്ത് മക്കൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് നിങ്ങളെ അവിടുത്തെ തിരുമുറുപാർന്ന വലതുകരം കൊണ്ട് സ്പർശിച്ചുകൊണ്ട് വിടുതൽ നൽകിക്കൊണ്ടും സൗഖ്യം നൽകിക്കൊണ്ടും ഇരിക്കും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് എല്ലാ മക്കളുടെ മേലും നിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജോലി തടസ്സങ്ങൾ, എന്തിനു വേണ്ടിയാണോ നിന്റെ മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസനെ കണ്ണിനിടുന്നത്? ആ ഓരോ കണ്ണുനീരുകളും, ഓരോ വേദനകളും, ഓരോ രോഗങ്ങളും, ഓരോ ശിസ്തുരോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, സിസ്ത് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, ബ്ലോക്ക് രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ, കരളിൻ്റെ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള കുടൽ രോഗങ്ങൾ, നടുവേദനയുടെ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ രോഗങ്ങൾ, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങൾ, തലമുടി കൊഴിയുന്ന രോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. തീരവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയുടെ നിയോഗങ്ങൾ കർത്തൃദിവസനെ സമർപ്പിക്കുക. അടിയന്തര ആവശ്യങ്ങളെ പ്രത്യേകിച്ച് സമർപ്പിക്കുക. വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവ് സാമ്പത്തിക ബാധ്യതകൾ, തൊഴിൽ തകർച്ചകൾ, ഓരോ പത്രങ്ങൾ, പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ, പ്രമാണങ്ങൾ, തടസ്സങ്ങളുള്ള വിഷയങ്ങൾ, വ്യക്തികൾ, തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീരിലാഴ്ത്തുന്ന പിശാചിൻ്റെ ലോകത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വളർച്ചയും ഒരുടിപ്പിക്കുകയും വാതിലടച്ചുകളയും ചെയ്യുന്ന വ്യക്തികളുടെ കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവരെ, വർഷങ്ങളോളം ഈ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്നവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വൈവാഹ ജീവിതം വെറുത്തുപോയവർ, മടുത്തുപോയവർ, വിശുദ്ധമായ രക്തത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടുകൊണ്ട് അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി ആൾത്താരെ കയറാൻ മാതാവിൻ്റെ പ്രത്യക്ഷകൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ, വിസ പ്രോസസ് നടക്കുന്നവരെ, വീണ്ടും വിസയ്ക്ക് പുതുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നവർ, PR-ന് വേണ്ടി കൊടുത്തിരിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ,
അവരുപയോഗിക്കുന്ന തൊഴിൽപരമായ അവരുടെ തടസ്സങ്ങൾ, മക്കളുടെ ദുർനടപ്പുകൾ, ചീത്ത സ്വഭാവങ്ങൾ, ജീവിത പങ്കാളികളുടെ വഞ്ചനകൾ, അതുമൂലം വേദന അനുഭവിക്കുന്നവർ, അകന്നും പിരിഞ്ഞും താമസിക്കുന്ന ജീവിത പങ്കാളികളെ കർത്താവിന്റെ വിശുദ്ധമായ ഐക്യപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 ശ്രീ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 ആവേ